അതിനൊന്നും ഞാൻ നിന്നിട്ടില്ല. കഴിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മിംസിൽ തന്നെ നമ്മൾ ഗ്രൂപ്പിലൊക്കെ കാണാറുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് നമ്മൾ ഒരുപാട് പേര് ഇതേപോലെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് അവർ കൺസൾട്ട് ചെയ്യുന്ന ആ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോർമോൺ ഇംബാലൻസും എല്ലാം കൊണ്ട് വരുന്ന കുറച്ച് ഇഷ്യൂസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞാൻ ഇങ്ങനെ ആളടുത്ത് മാമിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് ആള് പറഞ്ഞതനുസരിച്ച് ഞാൻ ഇതിലൊന്ന് ജോയിൻ ചെയ്യാം. എങ്ങനെയുണ്ട്, നമ്മൾ അങ്ങനെ ഒരു നല്ലൊരു എക്സ്പെക്ടേഷനിലാണ്. നമുക്ക് നമ്മളെ മൈൻഡ് സെറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാലോ എന്നുള്ളതിൽ. പക്ഷെ എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് എൻ്റെ മൈൻഡ് ഇപ്പം റിലാക്സ്ഡ് ആണ്. ഞാൻ ഹാപ്പിയാണ്. അന്ന് സംസാരിച്ചേക്കാളും പിന്നെ ഒരു മൊത്തം മൈൻഡ് എവിടെയെല്ലാം എനിക്കൊരു ബ്ലോക്കായിരുന്നു. എന്താണ് ഇനി, എങ്ങനെ മുന്നോട്ട് പോകണം, മറ്റുള്ളവരോട് എനിക്ക് ഞാൻ വീട്ടിൽ തന്നെ ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു എനിക്ക് മോളോട്. ഞാൻ എല്ലാവരോടത്തും സംസാരിക്കും കുറച്ച് പെട്ടെന്ന് അങ്ങ് ഞാൻ പോലും അറിയാതെ, കാരണം ഞാൻ നല്ല കാമായിട്ട് എന്നെ അറിയാവുന്ന ഒരാളെ ഈ ഗ്രൂപ്പിനകത്തുള്ളൂ, അത് മുബേഷിറ മാം. പക്ഷെ നല്ല എപ്പോഴും നല്ല പ്ലസന്റ് ആയിട്ട് എല്ലാവരോടും നല്ല രീതിയിൽ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ പെട്ടെന്ന് ഞാൻ പോലും അറിയാതെ എനിക്ക് കുറെ മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് ഒന്ന് റിക്കവറായിട്ട് തിരിച്ച് പഴയ രൂപത്തിലേക്ക് വരാന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തത്. അപ്പൊ എന്തായാലും ഈ മോർണിംഗിലെ മെഡിറ്റേഷനും അതുപോലെ നമ്മൾ കുറെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ട്. ഞാൻ ഹാപ്പിയാണ് ഇപ്പം. എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള ഒരു ഇതിൽ ഇനിയൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ട്, അയ്യോ ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ലല്ലോ, വീട്ടില് വെറുതെ ഇരിക്കുകയെന്ന് അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒന്നും ചെയ്യാൻ പറ്റാതെ എന്തൊക്കെയോ കുറെ മൈൻഡ് എവിടേക്കോ ഒരു ബ്ലോക്കിംഗ് ആയിരുന്നു. അപ്പൊ എനിക്ക് അതിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ, പിന്നെ നമ്മളെ മോർണിംഗിലെ ഓരോ ക്ലാസ്സുകൾ നമുക്ക് നല്ല വാല്യുബിൾ ആണ്. ഓരോരുത്തരെ ആദ്യം നമ്മൾ കേട്ടത് ഓരോരുത്തരുടെ അവരുടെ ജീവിതാനുഭവങ്ങളാണ്. അപ്പൊ അവരെ അതിനെ എങ്ങനെ ഓവർകം ചെയ്തു, അതിന്ന് നമുക്ക് ഓരോ ലെസൺസ് നമുക്ക് പഠിക്കാനുണ്ടാവും. നമ്മൾ എങ്ങനെയൊക്കെ ഓരോ പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകണം, അതൊരു നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്, മോട്ടിവേഷൻ ആണ്. മറ്റുള്ള അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല ചില ഇൻസിഡൻസ് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന അനുഭവം ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ മൈൻഡിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പൊ അതെങ്ങനെ നമ്മൾ അതിനെയൊക്കെ പുറത്ത് കളയാം, അങ്ങനെയൊക്കെ നമ്മൾ ആരോടൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് കുറെ റിലാക്സ് വരും. നമ്മൾ ആരോടത്തെങ്കിലും അപ്പോൾ നമുക്ക് അതിനൊക്കെ നമുക്ക് ഇവിടെ ഈ ഒരു അവസരം കിട്ടി ഈ പ്ലാറ്റ്ഫോമിനകത്ത്. നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് അത് നല്ല ബെനിഫിറ്റ് ആവട്ടെ എന്ന് ഒരുപാട് നല്ല അനുഭവങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുമ്പോൾ അതിന്നുള്ള നമുക്ക് ആവശ്യമായ നല്ല പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ്. പിന്നെ നമുക്ക് നമ്മളെ ഫ്യൂച്ചർ ഒന്ന് കൂടെ ബ്രൈറ്റ് ആക്കാം. എങ്ങനെ നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നതിനൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നതോടെ നമുക്ക് അതിൻ്റെതായ നമ്മളിപ്പം ഡെയിലി മോർണിംഗിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന എന്താ മോർണിംഗില് നമ്മൾ ഡെയിലി പ്രാക്ടീസ് മെഡിറ്റേഷൻ കഴിഞ്ഞ് നമ്മൾ താങ്ക്സ് പറയാനും നമ്മൾ ഫോർഗീവ്നെസ് എല്ലാം നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ് നമ്മളെ ലൈഫിൽ നമുക്ക് വന്നു ചേരും. അപ്പോൾ നമ്മൾ എല്ലാവരും അതനുസരിച്ച് ചെയ്യാൻ നല്ല ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്രേ പറയാനുള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ്. പക്ഷെ ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അയ്യോ എന്തായിരിക്കും ഇതിനകത്ത്, എങ്ങനെയാണ് മറ്റുള്ളവരോട് അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് നമ്മളൊരു മൈൻഡിലായിട്ടാവും. നമ്മളിതിൽ മിക്കവാറും പേരും ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് ഒരു ഐഡിയകൾ കിട്ടും, ഇന്ന പോലെ ചെയ്യാം, ഇന്ന കാര്യങ്ങൾ നമുക്ക് പേഴ്സണൽ ആയിട്ട് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. മുബഷിറ മാം, ഹഫീഫ മാം, പിന്നെ ഫാത്തിമ, ഇവരെയാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ മോർണിംഗിൽ പരിചയമുള്ള ആൾക്കാർ. അപ്പൊ അവരോടത്ത് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെതായ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാം. ആ ഒരു കോൺഫിഡൻസ്, ആരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ കേൾക്കാൻ ഒരാളുണ്ട്, അങ്ങനൊരു സന്തോഷം
സമാധാനം. എല്ലാവർക്കും അതുപോലെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സുമിഷ മാം. ഇനി നമുക്ക് സുഹറ മാമിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി കേൾക്കാം. സുഹറ മാം. ഹായ്, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ വിളിച്ചിട്ട് എന്നെ അറിയുന്ന കുറച്ച് പേര് ഇതിലുണ്ട്. അത് കാരണം എനിക്കൊരു എന്താ നമ്മളറിയുന്ന ആളുകൾ ഉണ്ടാകുമ്പോ ഒരു മടി ഉണ്ടാവുമല്ലോ, അതെനിക്കുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാല് ഇത് ഒരു ഗ്രൂപ്പ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടപ്പോൾ എന്താണ് സംഭവം എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത. ഒരുപാട് ഗ്രൂപ്പുകൾ നമുക്ക് കാണാറും കേൾക്കാറും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതെന്താണ് കാര്യം, എന്താണ് ഇവിടെ നടക്കുന്നത്, അത് സ്ത്രീകളുടെ പ്രശ്നങ്ങള്, സ്ത്രീകളെ മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടപ്പോൾ എന്താണ്, നമ്മളൊക്കെ സ്ത്രീകളാണ്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഓരോരുത്തരും ഓരോ തരത്തിലാണ് അതൊക്കെ സ്ട്രഗിൾ ചെയ്ത് പോണതും നേരിടുന്നതും ഒക്കെ. അപ്പൊ എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും, എല്ലാവർക്കും ഒരേ അനുഭവമല്ല, ഒരേ കാര്യങ്ങളല്ല ജീവിതത്തിൽ വരുന്നതൊന്നും. ഇപ്പൊ എനിക്ക് ലൈഫിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളോ ഞാൻ നേരിട്ടിട്ടുള്ള അനുഭവങ്ങളൊന്നും ആയിരിക്കില്ല വേറൊരാൾക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഉണ്ട് എങ്ങനെയാണ്, പക്ഷെ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ പല സന്ദർഭങ്ങളിലും ചേർത്ത് പിടിക്കാൻ പല രീതിയിലാവും പല ആളുകളും നമ്മുടെ അടുത്തുണ്ടാവുക. എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന ആളുടെ അടുത്തുനിന്ന് ആവില്ല നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടുക, അത് വേറൊരാളുടെ അടുത്തുനിന്നായിരിക്കും. അപ്പൊ എന്താണ് അതുപോലെയാണോ എന്താണ് കാര്യങ്ങളൊന്നും അറിയാണ്ടാണ് ഈ ഗ്രൂപ്പിൽ ഞാൻ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴാണ് ആകെ ഒരു മാറ്റം. എന്താ വെച്ചാല് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ മാറ്റം വരുത്തേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം നമ്മളെന്നെയാണ് അറിയേണ്ടത്, സ്വയം അറിയണം. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ എന്താണ്, നമ്മുടെ കുറവുകൾ എന്താണ്, നമുക്കുള്ള കഴിവുകൾ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിലുള്ള ഒരു തിരിച്ചറിവ് കൂടിയിട്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ ഒരു അൽഹംദുലില്ലാ പറയാ എപ്പോഴാ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ അല്ലെങ്കിൽ തുമ്മുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തരുമ്പോഴൊക്കെയാണ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാം, നന്ദി പറയാ അപ്പൊ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ അപ്പുറത്ത് എല്ലാത്തിനോടും നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് മാനസികമായിട്ടുണ്ടാവുന്ന സന്തോഷം ഒന്ന് വേറെയാണ്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ ഓരോ ദിവസം വരും, നമ്മൾ കൂടുതലും നന്ദിയുള്ളവരായി മാറുമ്പോഴും. അതുപോലെ തന്നെ ഓരോ നിമിഷം നമ്മളിപ്പോ ഓരോ നിമിഷം നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്വാസം നമുക്ക് ഇന്ന് ഹഫീഫ മാം തന്നിട്ടുള്ള ഒരു അറിവാണ്. അതെന്താ വെച്ചാല് നമ്മള് ശ്വാസം എടുക്കുന്നുണ്ട്, ശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ ആരും ഇല്ല, ജീവനോടെ ഉണ്ടാവില്ല, നമ്മളെല്ലാവരും മരിച്ച ആളുകളാണ്. ആ ശ്വാസം എടുക്കുന്നത് നമ്മൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ നമുക്കിന്ന് അത്രയും അത്യാവശ്യമുള്ള ഒരു കാര്യമായ ആ ഒരു ശ്വാസം എന്നുള്ളത് പോലും നമ്മൾ അറിയണില്ല. അപ്പൊ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു കാര്യം പോലും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ കാലത്തില് പാസ്റ്റില് കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയിട്ട് സങ്കടപ്പെടുക, ഇനി ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ടെൻഷൻ അടിക്കുക, അതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഇപ്പൊ നമുക്ക് ലൈഫിൽ ഇപ്പൊ ഓരോ നിമിഷം ഉണ്ടാകുന്ന ഓരോ സന്തോഷങ്ങൾ പോലും നമ്മൾ നഷ്ടപ്പെടുത്താണ്. അതിനെപ്പറ്റി ആലോചിക്കാനോ ചിന്തിക്കാനുള്ള സമയം പോലില്ല. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ച തമ്പുരാൻ തന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് അവയവങ്ങൾക്ക് ഒരു കേടുപാടുകളും നമുക്കില്ല. പക്ഷെ അതുള്ള ഒരുപാട് ആളുകൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊന്നുമില്ല. ഇപ്പൊ ഒരു കൈയുണ്ട്, കയ്യില് ഈ 5 വിരലില്ല, ഒരെണ്ണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അതിൽ പ്രയാസം ഉണ്ടായിരിക്കും. അപ്പൊ ഈ 5 വിരലിലും അങ്ങനെ ഓരോ അവയവങ്ങളും നമുക്ക് പരിപൂർണമായിട്ട് പടച്ച തമ്പുരാൻ തന്നിട്ടുണ്ട്. അതിലൊന്നും നമ്മൾ സന്തോഷം കണ്ടെത്തും. നമുക്ക് തന്ന അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ നോക്കാണ്ട് നമുക്ക് വന്നിട്ടുള്ള കുറവുകള് പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു തിരിച്ചറിവാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ നമ്മളെ മനസ്സിലാക്കുക, ആ മനസ്സിലാക്കുന്നതിൽ കൂടെ നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു കഥ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീ മറ്റേ ഭാരം ഒരു ബാഗ് തൂക്കിയിട്ട് നടക്കാണ്. അപ്പൊ ഒരു വണ്ടി വന്ന് അതിൽ കേറിയിട്ട് ആ വണ്ടിയിൽ നിൽക്കുമ്പോഴും ആ ബാഗ് അവർ ഇറക്കി വെക്കുന്നില്ല, ഒരു തോളത്ത് തൂക്കി നിൽക്കുക. അത് കുറെ കഴിഞ്ഞപ്പോ ആ ഡ്രൈവർ പറഞ്ഞു അതവിടെ ഇറക്കി വെച്ചൂടെ, എന്തിനാ അത് നിങ്ങളവിടെ നിൽക്കണത്, ഭാരം താങ്ങി നിൽക്കണ്ടല്ലോ. അപ്പൊ അത് ഇറക്കി വെച്ചപ്പോ ഒരു സമാധാനം. നമ്മളൊക്കെ ഇല്ലേ, നമ്മൾ ബസ്സിൽ കയറുമ്പോ ഒരു ബാഗ് കനുള്ളതുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പിടിക്കുക, അവര് വാങ്ങിച്ചാൽ നമുക്കൊരു സന്തോഷല്ലേ.
അതുപോലെ അപ്പൊ നമുക്ക് ആ ഭാരം അവിടെ ഇറക്കി വെച്ചപ്പോ ഒരു ഫ്രീ ആയി നമ്മള്. അതുപോലെ നമ്മൾ ആദ്യം മുതലേ നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഏറ്റിയിട്ട് ആ ഭാരം ഏറ്റിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ എത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ആ ഭാരം നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും. ഇറക്കി വെച്ചാൽ നമ്മൾ ഫ്രീ ആണ്, സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനും അതിനൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്, ഈ ക്ലാരിറ്റി കോഡിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത്. ഞാൻ ഇതിൽ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. മാനസികമായിട്ട് ഞാനിപ്പോ സന്തോഷമാണ്. അല്ലെങ്കിൽ എപ്പോഴും ടെൻഷൻ അടിച്ച് എങ്ങനെ മരിക്കണം മരിക്കണം, ഒരു ചെറിയ കാര്യം വരുമ്പോഴത്തേനും മരിക്കണം മരിക്കണം എന്നുള്ള ചിന്ത മാത്രമുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയുള്ള ഒരു ചിന്ത പോലില്ല. എത്ര പ്രാവശ്യം ഞാൻ എന്നെ അറിയാവുന്ന ആളുകൾ ഇതിലുണ്ട്, അവർക്ക് അറിയാൻ പറ്റും. എന്നെ അത്രയും അറിയാവുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. പല പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ അതൊന്നും അങ്ങനെയുള്ള ഒരു ചിന്ത പോലും എന്റെ മൈൻഡില്ല. അപ്പൊ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലുള്ള ഒരു അനുഭവങ്ങള് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഇനി എന്താ പറയാ, കൂടുതൽ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ ഇമോഷണൽ ആയി പോകും. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. ഇനി ഓരോരുത്തരും പറയാനുള്ളത് കേൾക്കാത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് സുഹറ മാം. മാമിന്റെ ആ സംസാരത്തിൽ നമുക്ക് അറിയാൻ പറ്റും മാം എത്രത്തോളം ഹാപ്പിയാണ് എന്നുള്ളത്. ഓരോ സമയത്തും ഓരോ ദിവസവും നമുക്ക് സംസാരിക്കുന്ന ആ ഒരു സമയം നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്, മാമിന്റെ ഇമോഷൻസും മാം നേരിട്ട പ്രശ്നങ്ങൾ ഇപ്പൊ എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഓക്കെ, മുബഷിറ മാം. ഓക്കെ, അപ്പോ സുമിഷ മാമിന്റെയും സുഹറ മാമിന്റെയും ഒക്കെ ജീവിത അനുഭവങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും എനിക്കൊന്ന് പരിചയപ്പെടണമെന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയവരായിരിക്കാം. യഥാർത്ഥത്തിൽ ഈ അനുഭവം എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടുന്നതാ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലരും പറയും വിധിയാണെന്ന്. നിങ്ങൾക്ക് ദൈവം തരുന്ന വിധിയാണ്, പടച്ചോൻ തരുന്ന വിധിയാണ്, മുന്നേ തലയിൽ വരച്ചു വെച്ചതാണ്, അതാണ് ഞാൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയും. ആക്ച്വലി അതാണോ? ആണോ? അല്ല, ഇവരെയും നമ്മൾ വിശ്വസിച്ച് വന്നത് മേ ബി അതായിരിക്കാം, ഫെയ്ത്ത് ആയിരിക്കാം. അങ്ങനെയാണ് ഒരു നമ്മളെ മനസ്സിൽ വരുന്ന ചിന്തകളിൽ ആദ്യം നമുക്ക് അങ്ങനെയല്ലേ, ഒരു പ്രോബ്ലം വരുമ്പോൾ ഇതൊക്കെ അല്ലെങ്കിൽ എനിക്ക് എന്ത്, വൈ മീ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ ആദ്യം മനസ്സിൽ, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു, അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ലേ? അപ്പൊ നമ്മളെ മനസ്സിലേക്ക് വരിക ആദ്യം ഒന്നെങ്കിൽ അത് നമ്മളൊരു ഫെയ്ത്ത് ആവും, അപ്പൊ നമ്മളത് ഫേസ് ചെയ്ത് പോവുക, അങ്ങനെയൊക്കെ ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ജേണിയിലൂടെ കടന്നു പോയപ്പോ നിങ്ങൾ നിങ്ങളുടെ ചിന്തേനെ ട്രാക്ക് ചെയ്ത സമയത്ത് എന്താ തോന്നുന്നത്? അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ തോന്നുന്നു നമ്മളെ മൈൻഡ് സെറ്റിന്റെ ചെറിയൊരു തോട്ട് മാറ്റുന്ന സമയത്ത് നമ്മുടെ പ്രശ്നം മാറുന്നുണ്ട് അല്ലേ? അതാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ, നമ്മൾ കണ്ടിന്യൂസ് ത്രൂ ഔട്ട് നമ്മളെ മൈൻഡിൽ എന്താണ് കൊണ്ട് നടക്കുന്നത്, അതായിരിക്കും നമ്മളിലേക്ക്, വാട്ട് എവർ ഇറ്റ് ഈസ്, നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നമ്മളിലേക്ക് റിട്ടേൺ ആയിട്ട് വരുന്നതെന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയാണ്. നമ്മളിപ്പം 100% വാട്ട് യു സീക്കിംഗ് യു, നമ്മൾ എന്താണോ തേടുന്നത് അതാ നമ്മളിലേക്ക് എത്തുന്നത്. നിങ്ങൾ നെഗറ്റീവ് ആണ് തേടുന്നെങ്കിൽ നെഗറ്റീവ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്, പോസിറ്റീവ് ആണ് തേടുന്നെങ്കിൽ പോസിറ്റീവ് വരും. അതെല്ലാം അങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. ഇവിടെ ഈ ഫിജാസ് സോളോ എന്ന് പറഞ്ഞിട്ട് ആ മാമിന്റെ പേരെന്താ? സൂറ മാമിന്റെ ഫ്രണ്ട് ആണോ? അതെ, റഷ്യ. അപ്പൊ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതുപോലെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം. നിങ്ങൾ എവിടെ നിന്ന് വന്നതാണ്, ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടുണ്ടോ? അതെന്താണ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചർച്ചയ്ക്ക് ചെയ്താം. അതിനുള്ളൊരു സൊല്യൂഷനും ഇത് സെഷന്റെ വൈൻഡപ്പിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പൺ ഡിസ്കഷൻ ആണ് ഇവിടെ നടത്താൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ കാര്യം ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. അപ്പോ ആദ്യം തന്നെ നമ്മുടെ സുറ മാമിന്റെ ഫ്രണ്ട് റഷിയ മാമിനെ വിളിക്കുന്നുണ്ട്. മാം പ്ലീസ്, മാം എവിടെ ാണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ഇതിലേക്ക് വന്നതിന്റെ ഒരു പ്രധാന എന്തെങ്കിലും ലൈഫിൽ നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ. റഷിയ പറഞ്ഞോളൂ. റഷിയയുടെ സ്ഥലവും പേരൊക്കെയാണ് ചോദിക്കുന്നത്, ജോലി എന്താണ് എന്നൊക്കെ. ഹലോ, ഗുഡ് ഈവനിങ് മാം. സൗണ്ട് ക്ലിയർ അല്ല, അതുകൊണ്ടാണ് പറയാനും മടി.
ഞാൻ സുഹറ മാം പറഞ്ഞപ്പോ ഇതിലെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കേറി നോക്കിയതാണ്. അപ്പൊ ഇതില് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളെന്നൊന്നും എനിക്കറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനൊന്ന് ജോയിൻ ആയതാണ്. പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി ഇതിലെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരുപാട് കാര്യങ്ങള് നമ്മുടെ ലൈഫില് നമ്മള് അറിയാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അറിയാം. എന്നാലും ഒരുപാട് നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി തരാനുള്ളൊരു ഇതാന്ന് മനസ്സിലായി എനിക്ക്. പിന്നെ ഞാനും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു സ്വഭാവമാണ് എനിക്ക് പെട്ടെന്ന് ടെൻഷൻ കയറും. ഒരു ചെറിയ കാര്യങ്ങൾ കേട്ടാൽ തന്നെ പെട്ടെന്ന് ടെൻഷൻ കയറുന്ന ഒരാളാണ്. അപ്പോ നമുക്ക് ഇങ്ങനൊരു ഇത് കണ്ടപ്പോ എനിക്കും തോന്നി നമുക്ക് കുറെ മാറ്റം വരുത്താനുണ്ട് നമ്മുടെ ജീവിതത്തിലൊന്ന്. ഞാൻ കുറെ നാളായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പ്രൈമറി തലത്തിൽ ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. കുട്ടികളായിട്ടുള്ള ഒരു ഇത് തുടങ്ങിയിട്ട് ഒരു 10-16 വർഷമായി. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് ഇതുവരെ ഒന്നും പൂർത്തിയായിട്ടല്ല, എന്നാലും നമ്മള് ഓരോ വർഷവും ഞാന് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ധാരാളം കേൾക്കാറുണ്ട്. ഇനിയും നമുക്ക് അറിവ് കിട്ടാനും ഏത് ഭാഗത്ത് അറിവ് കിട്ടുക വെച്ചാൽ നമുക്ക് അതില് എല്ലാ മോട്ടിവേഷൻ ക്ലാസ്സുകളും ഞാൻ ഓരോ ഭാഗത്തുനിന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, മാറ്റങ്ങൾ വരുത്താറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇനിയും വരുത്താനുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാം പൂർണ്ണമായിട്ട് ഉണ്ടാവില്ലല്ലേ എപ്പോഴും. ഇപ്പൊ സൗണ്ട് ക്ലിയർ അല്ല, ക്ലിയർ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പൊ സുഹറ മാം പറഞ്ഞപ്പോ ഇതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് കേറി. സന്തോഷം. എല്ലാവരുടെയും അഭിപ്രായം കേട്ടപ്പോഴും ഒരുപാട് സന്തോഷമായി. അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മാറാൻ പറ്റും എന്ന് തോന്നുക ഇത് കേട്ടപ്പോ. നമ്മൾ ഇത്രയൊന്നും എല്ലാ കാര്യങ്ങളിലും ഇത്ര അധികം നമ്മൾ ടെൻഷൻ അടിക്കുക, വേറുള്ള കാര്യങ്ങളൊക്കെ വേണ്ടാത്തത് വിട്ടുകളയുക, അങ്ങനെ ഒരു തീരുമാനത്തിലെത്താനുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു തരും. അത് ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവും എന്നൊക്കെ തോന്നിയത് കേട്ടപ്പോ. നമുക്ക് എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല എന്ന് പറയില്ലേ, അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ധൈര്യം പകർന്നു തരുമെന്ന് തോന്നി എനിക്ക്. ഈ ക്ലാസ് ചെറിയൊരു ഹിന്റ് കേട്ടപ്പോഴേ തോന്നി തുടങ്ങി. എന്തായാലും നന്ദിയുണ്ട്. താങ്ക്സ്. ഓക്കെ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. അടുത്തത് വീഡിയോ ഓൺ ആക്കിയിട്ടൊന്ന് ഇരുന്നാൽ നന്നായിരുന്നു കുറച്ച് പേരൂടെ. താഹിറ മുഹമ്മദ് പി എന്നാണ് ഇവിടെ സ്ക്രീനിൽ പേര് കാണുന്നത്. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഷെറീന ആണോ അത്? ഓക്കെ ഓക്കെ. ഷെറിൻ തന്നെയാ മിസ്സെ. കുറച്ച് കാലത്തിന് ക്ലാസ്സിലൊന്നും കയറാൻ പറ്റാതെ. ഓക്കെ ഷെറീൻ, പഠനത്തിന്റെ തിരക്കിലാവും അല്ലേ? പിന്നെ നെക്സ്റ്റ് താഹിറ. വലൈക്കും അസ്സലാം. അസ്സലാമലൈക്കും. മാം എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്? ഈ ഗ്രൂപ്പിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. ഞാന് കണ്ണൂരാണ്. താഹിര എന്റെ പേര്. ഓക്കെ, പറഞ്ഞോളൂ. പ്രശ്നം കാര്യമായിട്ടൊന്നുമില്ല, ടെൻഷൻ ഉണ്ട്. ഓക്കെ, എന്താണെങ്കിലും തുറന്ന് പറയാം. ഇവിടെ നമ്മൾ ലേഡീസ് കുറച്ച് പേര് മാത്രമല്ലേ, നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അതിനുള്ളൊരു സൊല്യൂഷനും നമ്മളെ ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ കേൾക്കാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ടെൻഷനില് എന്ത് ബേജാറാണ് മക്കള്. മാം ഇപ്പൊ ആക്ച്വലി ഇപ്പോ ഈ നിലവിലെ സിറ്റുവേഷനിൽ അനുഭവിക്കുന്ന ടെൻഷൻ എന്താണെന്ന് പറയാൻ പറ്റുന്നതാണെങ്കിൽ തുറന്ന് പറയാം, അല്ലെങ്കിൽ പേഴ്സണലി കണക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. അടുത്തത്
അത് പരിചയപ്പെടാൻ അങ്ങനെയാണ്. വിളിച്ചപ്പോ കുറെ ആൾക്കാര് ലെഫ്റ്റ് ആയി പോയി. 22 ഇപ്പൊ 13 യെസ്. മിസ്റ്റർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഈ അഫീഫ പറഞ്ഞ മിസ്സില്ലേ, പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ എന്താണ് നേരത്തെ വിളിച്ചേ? നമുക്ക് ഗ്രൂപ്പിൽ സംസാരിക്കാം കേട്ടോ, അല്ലെങ്കിൽ പേഴ്സണൽ ചാറ്റ് ചെയ്താൽ മതി. ഓക്കെ. അയന വിപിൻ ആരാണ്? ഓക്കെ ഓക്കെ. അയന ഒന്ന് സംസാരിക്കാവോ? അയന, ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരിക്കലും ഇതൊരു ഫ്രീ വെബിനാറോ സെഷനോ അല്ല, ടോപ്പിക് ഡിസ്കഷനോ അല്ല. നിങ്ങളെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ്. നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് നിങ്ങളുടെ ലൈഫിന് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി മാത്രം വെച്ചിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ജസ്റ്റ് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ലിങ്ക് കണ്ടിട്ട് ജോയിൻ ചെയ്തവരാണെങ്കിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് സംസാരിച്ച് നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്ന പ്രശ്നത്തിനൊരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇപ്പൊ ഇതിൽ നിന്നാ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ചെയ്യാം. ഓക്കെ. വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നായാൽ നന്നായിരുന്നു. എനിക്ക് നിങ്ങൾ എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളിതിൽ കൊടുത്തിരിക്കുന്ന പേരുകളൊന്നും യഥാർത്ഥത്തിൽ നിങ്ങളെ നെയിം അല്ലാത്തത് കൊണ്ട് തന്നെ വിളിക്കുന്നതിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. മൂസിന, മൂസിന സ്ക്രീനിലുണ്ടോ? ലൈനിലുണ്ടോ? സലീന, സലീന, ശ്രീജ, ഓക്കെ. ഷാഹിദ മാം, ഓക്കെ. നിങ്ങളെ ലൈഫ് എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞോളൂ ഷാഹിദ മാം. എന്റെ ലൈഫ് എക്സ്പീരിയൻസ് ഞാന് കുറെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ടെൻഷൻ. എന്റെ പേര് ഷാഹിദാണ്. ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ഡൗട്ട്, ഒരു എന്താ പറയാ, നമുക്കൊരു സംശയമോ ഒരു ടെൻഷനോ ഒരു ബേജാറൊക്കെ ആയിട്ട് പെട്ടെന്ന് വന്നിരുന്നു. അപ്പൊ അതില് ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി. ഡൗൺ ആയ സമയത്താണ് എൻ്റെ ഫ്രണ്ട് മാമിന്റെ പേര് എന്നോട് പറയുന്നതും എന്നോട് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഞാൻ മാമായിട്ട് കോണ്ടാക്ട് ചെയ്തത്. ഇപ്പം നമ്മുടെ ഈ ക്ലാസ് രാവിലത്തെ മോർണിംഗ് സെക്ഷന് ഭയങ്കര മാറ്റങ്ങൾ ഒരുപാട് തന്നിട്ടുണ്ട്. ഒരുപാടെന്ന് പറയാന് ആരോടൊക്കെങ്കിലും നമുക്ക് ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാവുക. പിന്നെ എന്തിനാ വെറുതെ ദേഷ്യപ്പെടണമെന്നുള്ള ആ ഒരങ്ങടെ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, നമ്മളാ ഭാഗത്തേക്ക് പോവണ്ട എന്നുള്ളത്. കുട്ടികളോടാണെങ്കിലും കുട്ടികളൊക്കെ പറഞ്ഞനുസരിച്ച് കഴിഞ്ഞാലൊക്കെ അവരനുസരിക്കണ്ട, ഞാൻ ചെയ്തോളാം. ഹസ്ബൻഡ് അതിന് പറയൂട്ടോ എന്നോട്, അങ്ങനെ പറയരുതെന്ന് പറയും. കുട്ടികള് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കണേ. പിന്നെന്താ, പിന്നെ എന്റെ എക്സ്പീരിയൻസ് മാം ഇതിൽ പറഞ്ഞു, ഒക്കെ നമുക്ക് വിധിയാണെന്ന് പറയുന്നു. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ വിധിയാണെന്ന് പറയും. പക്ഷെ എനിക്ക് അസുഖം വന്നപ്പോ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ അങ്ങനെയായിരുന്നു. എന്റെ തലയിൽ വരച്ചത് വല്ലാത്തൊരു വരയാണ് പറഞ്ഞാണ്. കാരണം ഒരു 35-36 വയസ്സായപ്പോ അസുഖം വന്നപ്പോ, കാരണം അതിന് മുമ്പേ ഞാന് 3 സിസേറിയനാണ്, പിന്നെ 3 സർജറി പിന്നെയും കഴിഞ്ഞു. പിന്നെ മറ്റ് അസുഖ സംബന്ധമായിട്ട് 2 അല്ലാതെ പിന്നെ എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തതാണ്. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളിലൂടെ. പക്ഷെ അന്നൊക്കെ ഞാനും ഉഷാറായിരുന്നു കേട്ടോ. പക്ഷെ കൂടെ ഉള്ളവരൊക്കെ രോഗി അവരായിരുന്നോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു അന്ന്. അവരെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഞാൻ നടത്താറ്. അങ്ങനെ അതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ അമ്മനോട് ഇപ്പോഴും പറയും, പാപ്പാൻ്റെതും ഉമ്മാൻ്റെതും ഒക്കെ എനിക്ക് തന്ന് പാരമ്പര്യമായിട്ട് കിട്ടാനുള്ളതൊക്കെ ആർക്കും കൊടുത്തില്ല, ഇനി ആർക്കും കൊടുക്കും വേണ്ട, അത് ഞാൻ ഏറ്റെടുത്തോളൂ. കാരണം ഓൽക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓലൊന്നും ഇപ്പോഴേ ഉണ്ടാവൂല എന്നറിയും ഞാൻ.
കുറെ അത് കേൾക്കണേ പിന്നെ പോലെ ഒരു തീർന്നു പോകുന്നൊക്കെ പറയും. പിന്നെ മാമിന്റെ ഈ ഒരു ഇതില് ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മെയിനായിട്ട് മാമിനൊന്ന് കാണുമോ, പേഴ്സണലായിട്ട് തന്നെ ഒന്ന് എനിക്ക് കാണണമെന്ന് കുറെ ആയി ഞാൻ ആഗ്രഹിക്കും. ഇൻഷാ അള്ളാ. പിന്നെ എന്താ പറയാ, ഇപ്പം പറയാണ് കുറേ പറയാണ്. സൂറാമേ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഏത് കുഴിയിൽ വീണാലും നമ്മൾ ഉയർത്തെഴുന്നേക്കാൻ നമ്മൾ ആദ്യം ഒന്ന് പഠിക്കണം. നമ്മൾ ഏത് കുഴിയിലോട്ട് ചാടിപ്പോയാലോ നമ്മൾ ആ ചാടിപ്പോയാലും ഇനി കയറാൻ പറ്റൂലല്ലോ എന്ന് ചിന്തിക്കരുത്. അസുഖങ്ങളായാലും ടെൻഷനായാലും. കാരണം ഞാൻ ഒരുപാട് ഫാമിലി വിഷമത്തിലായിരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞാലാണ് എനിക്ക് അസുഖം വന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് അസുഖം വരാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഫാമിലി പ്രശ്നത്തിന് സമയത്ത് സുറമാൻ പറഞ്ഞ പോലെ ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടും ചെയ്യാതിരുന്നത് ചിലപ്പോൾ അതായിരിക്കും എന്ന് ഞാൻ എപ്പോഴും പറയാറ്. അന്ന് നമ്മളെ തളർത്തിയ ആൾക്കാർ ഇന്ന് നമ്മളെ കൂടെ ഉണ്ട്. നമ്മള് പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പം ഞാൻ പറഞ്ഞില്ല മാമിനോട്, എനിക്ക് 2 കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഒരാൾ ഇവിടെ ഉണ്ട്, ഒരാൾ പോയി. മാഷാ അള്ളാ. നല്ല സന്തോഷത്തോടെ കേട്ടോ ഞാൻ അത് ചെയ്യുന്നത്. നമ്മള് എന്താ പറയാ, ആ ഒന്നും ഞാൻ ഇപ്പൊ മനസ്സിൽ കരുതാറേ ഇല്ല. അങ്ങനെ ആ മാമിന്റെ ക്ലാസ്സിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുണ്ടായി ഞാനത് കാണുന്നത്. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാക്കിയിരുന്നു. പക്ഷെ അതൊന്നും പറയുന്നില്ല, ഞാൻ പറയാം. പക്ഷെ ക്ലാസ് കേട്ടപ്പോ എനിക്കും തോന്നി പിന്നെ നമുക്ക് മാറാൻ പറ്റും. നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റിയ ഒരാള് സപ്പോർട്ടിന് ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് എന്തായാലും മാറും. ഇൻഷാല്ലാ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും കൂടി ഉഷാറാവണം എന്നാണ് ആഗ്രഹം. അതിനാദ്യം സപ്പോർട്ട് തന്നത് മാമാണ്. ഈ ഒരു കാര്യം ഇങ്ങനെ നമുക്ക് പറഞ്ഞുതരാൻ ഒരാളില്ലാത്തൊരു ഇതില് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് പറഞ്ഞുതരാനെന്ന്, തെറ്റാണ് ശരിയാണെന്ന് പറഞ്ഞുതരാൻ ഒരാളും മാമായിട്ട്, മാമിന്റെ എന്റെ അനിയത്തിയായിട്ടായിരിക്കും മാം വരിക എന്തായാലും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരാളെ പറഞ്ഞു തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ, എനിക്ക് അവരോട് ഭയങ്കര ഒരു ഇതത് വരിക. എൻ്റെ ഫ്രണ്ട്സുകൾ ആരായാലും എനിക്കൊരാളങ്ങനെ പറഞ്ഞു തന്നാല് എനിക്ക് ഒരു പ്രത്യേക ഒരു സ്നേഹമാണ് അത്. ഏതായാലും ഈ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യട്ടോ. മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവും എല്ലാ കാര്യങ്ങളും. ഇന്ന് തന്നെ ഇപ്പൊ ഞാൻ ടൗണിൽ പോയിട്ട് 7:30 മണിയായിട്ട് എത്തി. ഞാന് ബസ്സിൽ നിന്ന് തന്നെ അലാറൊക്കെ വെച്ച് ഞാൻ കിടന്നതാ. ഒന്ന് ക്ഷീണത്തിൽ കിടന്ന് 9 മണിയാകുമ്പോഴത്തേക്ക് അലാറം 8:45 അടിച്ചിട്ട് ഫ്രഷ് ആവാൻ ഫസ്റ്റ് ഞാൻ വീഡിയോ ഓൺ ആക്കാതിരുന്ന് ഒന്ന് ഫ്രഷായി ആ ഒരു ഇതുണ്ടായിരുന്നു. ഭയങ്കര ടെൻഷൻ ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങള്. താങ്ക് യു ഷാഹിദ മാം, താങ്ക് യു സോ ഓക്കെ മച്ച്. മാം. നിങ്ങളിപ്പോ ഈ ഷാഹിദ മാമിനെ കേട്ട സമയത്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ആലോചിക്കാം. മാം നമ്മുടെ ജീവിതത്തില് ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ പേടിക്കുന്ന തരത്തിലുള്ള ഒരു അസുഖം പഠിച്ചോൻ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ റിക്കവർ ചെയ്ത് ഇന്ന് ഇത്രയും സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളോട് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. പഠിച്ചോ നമ്മളെ മുന്നിലേക്ക് വിധി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്ന പലതിനെ നമുക്ക് ഇട്ട് തരുന്നുണ്ട്. പക്ഷെ അതിന്റെ മുന്നിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ റിലീജിയസ് ബേസിൽ പറയുകയാണെങ്കിൽ പ്രവാചകരൊക്കെ നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട് അല്ലെ. പ്രവാചകരെ നമ്മളെ മുന്നിലേക്ക് കാണിച്ചു തന്നിട്ട് ഇത് നിങ്ങൾക്ക് സത്യത്തിന്റെ വഴി ഇതാണ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. ചൂസ് ചെയ്യുന്നത് നമ്മളാണ്. ആർക്ക് വേണമെങ്കിലും എന്തും ചൂസ് ചെയ്യാം. ഇത് സത്യം ഇതാണെന്ന് മനസ്സിലാക്കിയത് ചൂസ് ചെയ്തവർ വിജയിച്ചു, അല്ലാത്തവർ മറ്റൊരു വഴിക്ക് പോകുന്നുണ്ട്. ഇത് തന്നെയാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യത്തിലും ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും നമ്മളെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കണ്ട. എടുക്കുന്നവൻ ആരാണോ അവൻ വിജയിക്കുന്നുണ്ട്. ഈ എടുക്കുന്ന സമയത്ത് നമ്മളെ ഉള്ളിൽ പേടി. കാരണം എന്താ സംഭവിക്കുക, തെറ്റുപറ്റി പോവോ, പരാജയപ്പെട്ടു പോവോ, എന്തെങ്കിലും സംഭവിച്ചു പോവോ എന്നുള്ളൊരു പേടി നമ്മൾ ഉള്ളിൽ വരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഓപ്പർച്യൂണിറ്റീസിനെ ചൂസ് ചെയ്യുന്നില്ല. അത് എടുക്കാതെ പോവാ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പഠിച്ചോനെ എനിക്ക് അത് തരണേ, എന്റെ പ്രയാസങ്ങൾ മാറ്റി തരണേ, എന്റെ ബുദ്ധിമുട്ട് മാറ്റി തരണേ, എനിക്ക് ഓർമ്മശക്തി തരണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ കിട്ടുന്നുണ്ട് ഒരു വഴിക്ക് കൂടെ. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യാൻ എന്താണ്, പേടിച്ചുകൊണ്ടിരിക്കുക. അതാണോ, അല്ലെങ്കിൽ ഇതെടുത്ത് അങ്ങനെ ആവോ, ഈ ഒരു പേടി കാരണം നമ്മളത് ചൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ ചൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത്
നമുക്ക് ഇതാണ് നിനക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് പഠിച്ചു വിട്ടിരുന്നില്ല. നമുക്ക് ഇട്ട് തരും ഒരു അവസരമായിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തികളായിട്ട് സാഹചര്യങ്ങളായിട്ടൊക്കെ ആയിരിക്കാം നമ്മളെ മുന്നിലേക്ക് ഇട്ട് തരുന്നത്. അല്ലാതെ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ ഇതാ നിനക്ക് വേണ്ടത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു തരുന്നില്ല. ഇങ്ങനെ നമുക്ക് കൊണ്ടുവന്ന് തരുന്ന സാധനത്തിന്റെ അവസരങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, മറ്റു വ്യക്തികളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതിനെ ചൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് ചൂസ് ചെയ്യുന്നതിൽ നമ്മൾ പിഴവ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡൗട്ട് അടിക്കണം. അവിടെ എന്തിന് പ്രാർത്ഥിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്തും സംശയമാണ്, നമുക്ക് സംശയമാണ്. ആ സംശയം ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റാത്തത്. ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടിയതെന്ന് നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത് മുഴുവൻ നമ്മൾ പണ്ട് പ്രാർത്ഥിച്ചതിന്റെ റിസൾട്ടുകളാണ്. കുറെ നാൾക്ക് മുന്നേ നമ്മൾ പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും കുറച്ചു മുന്നേ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? ഒരു മൊബൈൽ ഫോണ്, അന്ന് ഫോൺ ഇറങ്ങിയ സമയത്ത് പലരും കുത്തിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നിനക്കിത് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ മോശിച്ചിരുന്നില്ലേ? ഇന്ന് നമ്മളെ കയ്യിൽ അതില്ലേ? നമ്മളൊരു വീട് ആഗ്രഹിച്ചിരുന്നില്ലേ? നല്ല ഭക്ഷണം ആഗ്രഹിച്ചിരുന്നില്ലേ? നല്ല വസ്ത്രം ആഗ്രഹിച്ചിരുന്നില്ലേ? ഇതൊക്കെ നമ്മൾ ഒരു നാൾ പ്രാർത്ഥിച്ചതല്ലേ? ഒരു നാൾ നമ്മൾ ആഗ്രഹിച്ചതല്ലേ? ഇന്ന് നമുക്കത് കിട്ടി. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഉത്തരങ്ങൾ പല വഴി നമുക്ക് കിട്ടും. കിട്ടുന്നതിൽ ചിലപ്പോൾ നമുക്ക് എന്താണ് സംശയമാണ്. ആ പ്രാർത്ഥനയിൽ സംശയം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നേടിയെടുക്കാൻ വേണ്ടി പറ്റില്ല. സറണ്ടർ ചെയ്യണം. നമ്മൾ ആർക്കാണോ പ്രാർത്ഥിക്കുന്നത്, ആരിലേക്കാണോ പ്രാർത്ഥിക്കുന്നത്, അവനിൽ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് മുന്നിൽ ഇട്ട് തരും, ഇന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഇട്ട് തരും. കോൺഫിഡൻസ് വേണം, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റേജിൽ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയായിട്ടൊന്നും ആയിരിക്കില്ല, അതേപോലെ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നത് വഴി നിങ്ങളെ ലൈഫിലേക്ക് ജോലിയോ കോൺഫിഡൻസോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന രൂപത്തിൽ ഒരു പ്ലാറ്റ്ഫോമിന് നിങ്ങളെ മുന്നിലേക്ക് ഇട്ട് തരുന്ന സമയത്ത് അയ്യോ ഇതിപ്പോ ചൂസ് ചെയ്താൽ എങ്ങനെയായിരിക്കും, ഇതിലിപ്പോ ക്ലാസ് ഒക്കെ എന്തായിക്കാരം, ഇവിടെ പൈസ കൊടുത്താൽ വെറുതെ ആവോ, ഇങ്ങനെയുള്ള കുറെ തോട്ട് നമ്മുടെ മുന്നിൽ വന്ന് സംശയം കയറി കിടക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനം എടുക്കൂല, ഡിസിഷൻ എടുക്കൂല. ഡിസിഷൻ എടുക്കാത്തടത്തോളം കാലം ലൈഫിൽ സക്സസ് ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, ആക്ഷൻ എടുക്കണം. കഴിഞ്ഞ ദിവസം സൂര്യ മാം പറയുന്നുണ്ട് എനിക്ക് എക്സസൈസ് ചെയ്യണം, ഞാൻ എപ്പോഴും മടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന്. ഇന്ന് ആക്ഷൻ എടുത്തു, ഒരൊറ്റ നിമിഷം കൊണ്ട് സംഗതി നടന്നു, അല്ലേ? ഇത്രയുള്ള സംഭവം. ഇത് ഓരോ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മൾ എടുക്കുക. വായിക്കാൻ മടിയാണ്, വായന ഇല്ല എന്ന് പറയുന്ന സക്കീന മാമിന് ഇന്ന് വായനയിലൂടെ കടന്നു പോകുന്നു. ഇത് ഓരോരുത്തരും ആ ആക്ഷൻ അങ്ങോട്ട് എടുപ്പിക്കുന്ന സമയത്ത് അതിനെ നിങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമും നിങ്ങളെങ്ങനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്നില്ലേ, ചെയ്തോ എന്ന് ചോദിച്ച് നിങ്ങളെങ്ങനെ പിന്നാലെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കൂട്ടം ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കിയെടുത്തൂടാ? അതാണ് ക്ലാരിറ്റി കോഡ്. മുബഷിറ ഫാറൂഖ് മാത്രമല്ല, ഒരൊറ്റ ടീമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചിട്ടാണോ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്, ആ ആഗ്രഹം എന്താണെങ്കിലും അത് പൂർണ്ണമായിട്ട് കേട്ടുകൊണ്ട് അതിൽ നിന്നുള്ള റിസൾട്ട്, ആ പ്രശ്നം എന്താണോ അതിനനുസരിച്ചാണ് നെക്സ്റ്റ് ബാച്ച് പോകുന്നത്. കഴിഞ്ഞ ബാച്ച് പോയതുപോലെ ആവില്ല ഈ ബാച്ച് പോകുന്നത്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് എന്താണ് വേണ്ടത്, അതിനുള്ള സൊല്യൂഷനാണ് ഈ ബാച്ചിലൂടെ കടന്നു പോവുക. അപ്പൊ ഓരോ ബാച്ചിലും ഓരോ ആളുകളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് ഓരോ ബാച്ചും കൊടുത്തോണ്ടിരിക്കുന്നത്. അതിലൂടെ കടന്നുപോയി നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ പ്രശ്നം, അതവിടെ പറഞ്ഞത് നിങ്ങൾ പല മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടോ? ക്ലാസ് കേട്ട് പോവുക, കുറച്ചു നേരത്തിനൊരു പോകുകയുണ്ടാവും, പിന്നെ കഴിഞ്ഞാൽ പോയി 1-2 ദിവസം നിൽക്കും. ദിസ് ഇസ് നോട്ട് മോട്ടിവേഷൻ, ദിസ് എ ട്രെയിനിങ് പ്രോഗ്രാം. നിങ്ങളെ കൊണ്ട് ആക്ഷൻ എടുപ്പിച്ചിട്ട് കൊണ്ടുപോകുന്ന പ്രോഗ്രാമാണ്. നിങ്ങളുടെ ലൈഫിൽ ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന കാര്യങ്ങളിൽ വ്യക്തമായ ക്ലാരിറ്റി കൊണ്ടുവന്ന് ഇതാണ് നിങ്ങളുടെ ഏരിയ, ഇതിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് തീരുമാനം എടുപ്പിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരു ടീം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. 7ഓളം പേരടങ്ങുന്ന ഷാഹിദ മാം പറഞ്ഞു. മാം പറഞ്ഞു ഞാൻ നിർത്തിവെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, എന്റെ എംബ്രോയിഡിങ് വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു മടി. എന്താ പറയാ, എല്ലാ സംഭവവും ടേബിളിൽ എത്തിച്ചാലും ഞാൻ അവിടെ പോയിരിക്കൂല. അങ്ങനെ ഒരു ഭയങ്കര പുറകോട്ട് പോയി. ഇന്ന് ഞാൻ അതിന്റെ സംവിധാനങ്ങളൊക്കെ വാങ്ങി ചെയ്യണം എന്നുള്ളൊരു ഒന്ന് ചെയ്തിട്ട് വേണം എനിക്ക് ഡ്രസ്സിലോ ഒന്ന് ചെയ്യാനുണ്ട്. ഗ്രൂപ്പിൽ വിടൂല, സർപ്രൈസ് ആയിട്ട് കാണിച്ചു തരും. ഇൻഷാല്ലാ.
ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ പെയിന്റിങ്ങും നൂലും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് ഗ്രൂപ്പിലിടാൻ നിങ്ങൾക്ക് മടി? ഞാനെല്ലതും ഗ്രൂപ്പിലിടുന്നില്ല, നിങ്ങൾ അങ്ങോട്ട് കൊടുന്നിടേ. ഗ്രൂപ്പിലിടണ്ടിട്ടാ ചെയ്ത് കഴിയട്ടെ. അവിടെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കും, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ചെയ്ത് കഴിയും. ഒരു ദിവസം 2 ദിവസമൊക്കെ ആയിട്ട് ഒരു ഹൂപ്പാട്ട് ചെയ്യാൻ ഇങ്ങനെ ആഗ്രഹിച്ച് ഞാൻ നിൽക്കുക കുറേ ആയി. ഡ്രസ്സിലും ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഡ്രസ്സിൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബാക്കോട്ട് എനിക്ക് തോന്നി ചെയ്യണം. ചെയ്തു അപ്പൊ തുടങ്ങാം. അതിന്റെ Yes. സംവിധാനങ്ങളൊക്കെ വാങ്ങി ഇപ്പം സെറ്റാക്കി മാം വെച്ചിട്ടുണ്ട്. നേരത്തെ സംസാരിച്ച സമയത്ത് നിങ്ങൾ കേട്ടാണോ ഈ ഇൻഷാ 2 കുട്ടികളുണ്ട് ഇപ്പോന്ന്. ഈ 2 കുട്ടികൾ ആരാന്നറിയോ? മാമിന്റെ കുട്ടികളല്ല, മാമിന്റെ 2 ാണ് പറയുന്നത്. മദർ ഇൻ ലോയും മദറിനെയാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും പല സ്ത്രീകളും എനിക്ക് വീട്ടിലെ ജോലി, ഉമ്മാനെ നോക്കണം, അടുക്കളപ്പണി, അതിന്റെ ഇടയിൽ കൂടെ ഇത് കുട്ടികള് കെട്ടിയോനെന്ന് പറഞ്ഞാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും അല്ലെ. ഇതിന്റെ ഇടയിൽ കൂടെ 2 ഉമ്മമാരെ നോക്കുന്ന ഒരേപോലെ വയസ്സായിട്ടുള്ള 2 മാതാക്കന്മാരെയും ഒപ്പം ഗൾഫിൽ നിന്ന് വന്ന കെട്ടിയോനെയും മക്കളെയും എല്ലാത്തിനെയും ഒരുമിച്ച് ക്ലാസ്സും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഇപ്പോഴെന്താ പക്ഷെ അറിയോ, അതിന് ഇപ്പൊ വേറൊരു തല സുഖമില്ലേ? ചൊറിയാൻ സമയമില്ല എന്ന് പറയലുണ്ട് ആരോന്ന്, അതേപോലെ വേറൊരു ആയിട്ട് ഞാൻ. സുഖമില്ലേ? പക്ഷെ ഒരു ഉമ്മ പോയിട്ട്, എന്റെ ഉമ്മ പോയി, എന്റെ വേണ്ടാത്ത ഉമ്മ കുറച്ച് കാര്യങ്ങൾ ദിവസം ചിന്തിക്കേണ്ട നിൽക്കാൻ, ആവശ്യം വരുന്നുണ്ടോ? പക്ഷെ പ്രശ്നമില്ല. പക്ഷെ മദറിലോക്കൊക്കെ ചെയ്തു കൊടുക്കണം. ഇല്ല, ഇപ്പൊ ചിന്തകൾ തന്നെ ഇല്ല. ഇപ്പൊ മറവിയിൽക്കൊക്കെ കുറെ മാറ്റം വന്നു. അല്ലെങ്കിൽ എനിക്ക് വേഗം മറവിയായിരുന്നു. കിച്ചൺ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങിയാൽ എന്തിനാ ഇറങ്ങിയെന്ന് ഓർമ്മ ഉണ്ടാവില്ല, വീണ്ടും കിച്ചണിലേക്ക് തന്നെ കയറി വരേണ്ടിയിരുന്നു. ഇപ്പൊ അതൊക്കെ മാം അതിന്റെ ഇതൊക്കെ പറഞ്ഞപ്പോ തീർച്ചയായിട്ടും പിന്നെ ഇവിടെ അതൊക്കെ മാറ്റി. മാം പറഞ്ഞു ഞാൻ തരുന്നേ ഉള്ളൂ. മാറി നോക്കി. ആക്ഷൻ എടുക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ എടുത്തുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ലൈഫില് റിസൾട്ട് ഉണ്ടാവുന്നത്. ഇവിടെ ഇനി ഈ ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതാ, നിങ്ങൾ അതന്നെ. എന്ത് കണ്ടാണ് ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ കുറച്ചു നേരങ്ങളിൽ ഞങ്ങളെ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര്, ഇനിയും കുറെ പേരുണ്ട് അനുഭവങ്ങൾ പറയാൻ. അപ്പൊ അവരൊക്കെ അവരുടെ ജീവിതത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ നിന്നും അവർ ആഗ്രഹിച്ചതല്ലായിരുന്നു. അവർക്ക് മറവിയായിട്ടും കുറെ കാര്യങ്ങൾ പഠിച്ചവരുണ്ട്, പഠിച്ചിട്ട് ഒന്നും അല്ലാതെ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ജോലി ചെയ്യണം, ചെറുപ്രായത്തില് കല്യാണം കഴിച്ച് വിട്ട് പിന്നീട് വീട്ടിലെ ജോലികളും മക്കളും കാര്യങ്ങളും മാത്രമായിട്ട് പോയി എന്തെങ്കിലും എനിക്ക് ചെയ്യണം, ഇതൊന്നും അല്ല, എനിക്ക് കുറച്ചും കൂടെ ഒരു സമാധാനമുള്ള ജീവിതം വേണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. അവരൊക്കെ ഇന്ന് ആക്ഷൻ എടുത്ത് തുടങ്ങി. അവരൊക്കെ ഇന്ന് ഓരോ ലെവലിലേക്കുള്ള മൂവിങ് തുടങ്ങി. ഈ രീതിയിൽ നിങ്ങളുടെ ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ച ഒരുപാട് പേരുണ്ടോ? ഡ്രൈവിംഗ് പഠിച്ചവര് മുഴുവൻ വണ്ടി എടുത്ത് വിടുവാണെങ്കിൽ റോഡിലൂടെ നടക്കാൻ പറ്റില്ല എന്ന് പറയും. അന്ന പോലെ ലൈസൻസ് എടുത്തിട്ട് വീട്ടിലിരിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ പേടിയാണ്, ഈ പേടി സമ്മതിക്കുന്നുണ്ടാവില്ല. അത്തരത്തിലുള്ള പേടിനെ മാറ്റാൻ, ആ പേടി മാറ്റി നിങ്ങൾ വണ്ടി എടുത്ത് പോകുന്ന രൂപത്തിലേക്ക് നിങ്ങൾ ആക്ഷൻ എടുപ്പിക്കും. ഇത് ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് പൈസ നിങ്ങളെ കയ്യിലിരിക്കുന്നില്ലേ, നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാവണോ, ക്യാഷിന് ഫ്ലോ വേണോ, നിങ്ങൾക്ക് കരിയർ ബിൽഡ് ചെയ്യണോ, നിങ്ങൾക്കൊരു എന്റർപ്രണർ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള സൊല്യൂഷനാണ് ടോട്ടലി നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കാൻ പോകുന്നത്. നമ്മളെ വ്യക്തി അത്രേ ഉള്ളൂ, എല്ലാം നമ്മൾ മാം, തന്നെയാണ്. എന്റെ മറവി ഉണ്ടല്ലോ, ഞാൻ തന്നെ ഉണ്ടാക്കിയ മറവിയാ. അത് നമ്മളെ മൈൻഡിൽ നമ്മള് ചിന്തിക്കുന്നത് അത് എങ്ങനെയാ വെച്ചാൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പറഞ്ഞിരുന്നു നമുക്ക് മറവി ഉണ്ടാവും, മറവി ചിലപ്പോ ചെറിയ രീതിയിലൊക്കെ മറവി വരും എന്നൊക്കെ ഉള്ള. പക്ഷെ അതന്നെ എന്റെ മൈൻഡില്. അപ്പൊ മറവി ഉണ്ടാവും നമ്മൾ പിന്നെ മറവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ, സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുന്ന ആ കണ്ടീഷനിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ അതിന്റെ മറവിയാന്ന് പറഞ്ഞ് ഫുള്ള് ഇപ്പൊ മറവിയായി. ഇപ്പൊ ഞാൻ വിചാരിക്കാം അതിന്റെ മറവിയൊന്നുമല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയ മറവിയാണ്, അത് ഞാൻ തന്നെ ആയിട്ട് ഒഴിവാക്കണം. അത്രക്ക് മറവിയായിരുന്നു എനിക്ക് എന്ത് കാര്യത്തിന്. ഇപ്പൊ ഞാൻ അസുഖത്തിന്റെ ആ മറവിയിലാണെന്നുള്ള അതിലങ്ങനെ ചെറിയൊരു മറവി ഞാൻ വലിയ എത്ര ആക്കി വെച്ചു. അപ്പോ അതാ പ്രശ്നം. ഇത് തന്നെയാണ് ഇനി അതൊക്കെ ഓരോരുത്തർക്കും റെഡിയാക്കണം. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം, വേറെ ആരുമല്ല. നമ്മളെ കൂടപ്പിറപ്പുകളോ കെട്ടിയോനോ ഹസ്ബൻഡിന്റെ ഫാമിലിയോ ഒന്നുമല്ല. ഇപ്പോഴാണ് നമ്മൾ മാമിന്റെ അടുത്ത് മാത്രം എത്തിയതിനു ശേഷമാണ് അത് നന്നായാൽ മനസ്സിലായത് എല്ലാം കേട്ടോ. ശരിയാവും. നമ്മൾ വേറെ തന്നെയാണ് ആരെയും നന്നാക്കാൻ പോകണ്ട, വേറെ ശരിയാവാനുള്ളത്. ആരെയും പഴിചാരാൻ പോകണ്ട. നമ്മളെന്നൊരൊറ്റ വ്യക്തിയിൽ മാറ്റം വരുത്തുക, അത് നമുക്ക് പറ്റുള്ളൂ. ആരെ നന്നാക്കാൻ നമുക്ക് പറ്റില്ല. അവർക്ക് നന്നാവണമെന്ന് ആഗ്രഹിച്ച് പിന്നാലെ കുറെ പണിയെടുത്താലും ആരും നന്നാവില്ല. നമ്മളെ സമയം നമ്മളെ എഫേർട്ടും വെറുതെ. എന്നാൽ ആ പണി നമ്മൾ എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. ആ രൂപത്തിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. നമ്മുടെ ചിന്തകൾ മാറ്റം വരുത്തി, നമ്മൾ ആക്ഷനിൽ മാറ്റം വരുത്തി ഒരു പവർഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള അവസരമാണ് ഒരുക്കുന്നത്.
നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിൽ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ, ആ രീതിയിൽ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഫോക്കസ് എന്താണോ അതിലേക്ക് നിങ്ങളെ തിരിച്ചു വിട്ടിട്ട് ഒരു മാറ്റം കൊണ്ടുവരാനാണ് ഈ ക്ലാരിറ്റി കോഡ് പ്ലാറ്റ്ഫോം നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നാളെയാണ് നമ്മുടെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ നാളത്തേക്ക് റെഡി അല്ല എങ്കിൽ 15-ാം തീയതി നമ്മുടെ തേർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്തായാലും ഇത് ലേഡീസിന് വേണ്ടിയിട്ട് മാത്രമായതുകൊണ്ട് തന്നെ ലേഡീസിനെ ഫുൾ ആയിട്ട് കേൾക്കും. നിങ്ങൾക്ക് ഫുൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കാം. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറെ പേര് വിളിച്ചിട്ട് സംസാരിക്കാതിരിക്കുന്ന നിങ്ങൾക്കൊരു ഫസ്റ്റിലുള്ള ഒരു ഫിയർ ആണ്. ആ ഫിയർ നിങ്ങൾ ബ്രേക്ക് ചെയ്യും. അത് ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന പോലെ നിങ്ങൾ ഇരിക്കില്ല. നിങ്ങൾ വീഡിയോ ഓൺ ആക്കി നിങ്ങളെ കണ്ട് ആസ്വദിച്ചിരിക്കും. അതിന് പോലും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്താണ് അല്ലെ? കണ്ണാടിയിൽ നോക്കിയിട്ട് പോലും നമ്മൾ ആസ്വദിക്കാൻ നമുക്ക് പറ്റുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾ ആരെയും നോക്കണ്ട, നിങ്ങൾ നിങ്ങളെ കണ്ണുകളിലേക്കും നിങ്ങളെ ചുണ്ടുകളിലേക്കും നിങ്ങളെ മുഖത്തേക്കും മാത്രം നോക്കിയിരുന്നോക്കിയേ. നിങ്ങൾക്ക് നിങ്ങളെ ആസ്വദിക്കാൻ പറ്റണം. നമുക്ക് നമ്മളെ ആസ്വദിക്കാൻ പറ്റുന്നിടത്തോളം കാലേ നമുക്ക് ലൈഫ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെ ഭംഗി, മറ്റുള്ളവരെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. നമ്മുടെ ഭംഗിനെ, നമ്മുടെ ഉള്ളിനെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതുണ്ടാവില്ല. അവള് ഡ്രസ് ഇട്ട നല്ല ഭംഗിയാ, അവളത് ചെയ്ത നല്ല ഭംഗിയാ, അവൾക്ക് ഭയങ്കര കോൺഫിഡൻസ്, അവളതൊക്കെ ചെയ്ത ഉഷാറാ. പക്ഷെ എനിക്കും ഇതേപോലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മൾ നമ്മളിലേക്ക് നോക്കാത്തോണ്ടാ മനസ്സിലാവാത്തത്. ആ ഒരു നോട്ടം നമ്മളിലേക്ക് നോക്കുന്നതോട് കൂടെ നമ്മുടെ ലൈഫ് ക്ലിയർ ആയി, ലൈഫ് ക്ലാരിറ്റി ഉള്ളതായി. ആ ഒരു ജേണിയാണ് ക്ലാരിറ്റി കോഡ് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, തരാൻ ആഗ്രഹിക്കുന്നത്. ക്ലാരിറ്റി കോഡിന്റെ നെക്സ്റ്റ് ബാച്ചിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നെക്സ്റ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഒരിക്കലും ഇത് എന്താ പറയാ, നിങ്ങളുടെ സമയമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അതിനൊരു വ്യക്തമായിട്ടുള്ള ധാരണ, ഒരുപാട് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അല്ലെ? ഇപ്പൊ ഒരു വെള്ളാരം കല്ലിനെ നോക്കിക്കഴിഞ്ഞാല് ആ വെള്ളാരം കല്ല് ആദ്യം ഒരു കൂർത്ത കല്ലായിരുന്നു, ഭയങ്കര പരുക്കമായിട്ടുള്ള ഒരു പാറയായിരുന്നു. ആ പാറയിൽ നിന്ന് ഒരു പൊട്ടി അതിങ്ങനെ ഉരുണ്ട് കല്ലിലൂടെയും മണ്ണിലൂടെയും മഴയും വെള്ളവും ഒക്കെ കൊണ്ട് ഉരുണ്ട് പോയിട്ടാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു പളുങ്ക് കല്ലായി മാറി ഇന്ന് നമ്മളുടെ ടേബിളിന്റെ മുന്നിലൊക്കെ പേപ്പർ വെയിറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ വെക്കുന്ന അത്രയും സുന്ദരമായിട്ടുള്ള ഒരു കല്ലുണ്ടായത്. അത്രയും സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ടാണ് ആ കല്ല് അത്രയും മുത്തായിട്ട് നല്ല ഭംഗിയുള്ള മിനുസമായ പ്രതലമായിട്ട് അതിന് മാറാൻ പറ്റിയത്. ഇത് നമ്മുടെ ലൈഫിലും ഇതുപോലെ തന്നെ കൂർത്ത പ്രയാസങ്ങളുള്ള പ്രതിസന്ധികളുള്ള ലൈഫ് നമുക്കുണ്ട്. അത് നമ്മൾക്ക് തരുന്നത് എന്തിനാ? നമ്മൾ എന്ന വ്യക്തിയെ കൂടുതൽ സ്ട്രോങ് ആക്കാനാണ്. അതിങ്ങനെ കടന്ന് തലോടി നമ്മൾ വരുന്ന സമയത്ത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ലൈഫ് നമുക്ക് കിട്ടും. അത് എത്തുന്നത് വരെ നമ്മൾ ഇതൊക്കെ അനുഭവിക്കേണ്ടതുണ്ടാവും അല്ലെ? അത് നമുക്ക് എത്തുന്നവരെ നമ്മൾ അനുഭവിക്കലിൽ നിന്ന് നമുക്കൊരു മാറ്റം വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനം എടുക്കണം. ആ തീരുമാനം എടുക്കാൻ പഠിച്ചു നമുക്ക് അവസരം തന്നിട്ടുണ്ട്. നിനക്ക് ചൂസ് ചെയ്യാം നിന്റെ ലൈഫിനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ജനിക്കുന്നത് ദരിദ്രനായിട്ടാണ് എങ്കിൽ അത് നിന്റെ കുറ്റമല്ല. പക്ഷെ മരിച്ചു പോകുന്നു നീ അങ്ങനെ തന്നെയാ പോകുന്നതെങ്കിൽ അത് നിന്റെ മാത്രം കുറ്റമാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മരിച്ചു പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് ഇവിടുന്ന് എൻഡ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റണം. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്താൻ വേണ്ടി പറ്റണം. നിങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം ഒരു കലാഭവൻ നവാസ് മരണപ്പെട്ട കണ്ടോ? എത്ര പേരാണ് അവര് ആ മരിച്ച സമയത്ത് കണ്ണുനീര് വീഴാത്തവരുണ്ടായിട്ടുണ്ടാവില്ല. ആ മനുഷ്യൻ കൊടുത്ത പുഞ്ചിരി, ആ മനുഷ്യന്റെ വാക്കുകളിലെ തനിമ, വാക്കുകളിലുള്ള ഒരു എന്താ പറയാ, ഒരു അത്രയും ഓരോ മനുഷ്യനോട് ഇടപഴകുന്ന രീതി, ഇതൊക്കെയാണ് ആ മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തിയത്. അത്രയും ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് സിനിമാ മേഖലയിലൊക്കെ. പക്ഷെ പലരെയും ഒന്നും അത്രയധികം നമ്മൾ അങ്ങനെയൊന്നും മനസ്സിലേക്ക് പെടുവാറില്ല. ഇതേപോലെ ചിലരുടെ പണ്ട് ഞാനൊന്നും അധികം മൂവി കാണുന്ന വ്യക്തിയൊന്നല്ല, എന്റെ കുഞ്ഞുനാളിലൊക്കെ കണ്ടതായിരിക്കും അയാളുടെ സീനൊക്കെ. പക്ഷെ പെട്ടെന്ന് സ്ക്രീനിൽ ഇത് കണ്ടപ്പോ അയ്യോ ഇദ്ദേഹം മരിച്ചുപോയോ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നത്. അതിന്റെ റീസൺ എന്താ? നമ്മളുടെ ഉള്ളിൽ എവിടെയോ ഒരു സ്പാർക്ക് അവർ ലൈഫ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സ്പാർക്ക് നമുക്കും മറ്റുള്ളവരുടെ ലൈഫിലേക്ക് കൊടുക്കാൻ പറ്റണം. നമ്മളെന്ന വ്യക്തി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഒന്നും അല്ലാത്തവനായിട്ട് പോയി കഴിഞ്ഞാൽ എന്താ പ്രയോജനം? നമുക്കൊക്കെ ഓരോ പർപ്പസ് ഇല്ലേ? ആ പർപ്പസ് കൃത്യമായിട്ട് ഇവിടെ നിറവേറ്റിക്കൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് വിട്ടു. ആ കുട്ടി നിങ്ങൾ പറഞ്ഞ സാധനം ഒഴികെ എല്ലാ സാധനവും വാങ്ങിയിട്ട് വന്നു, നിങ്ങൾ പറഞ്ഞ മാത്രം കൊണ്ടുവന്നില്ല. നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ദേഷ്യം വരില്ലേ?
ഇതേ അവസ്ഥയാണ് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമ്മളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് ഒരു ലക്ഷ്യത്തിലാണ്. അത് നിറവേറ്റാതെ നമ്മൾ തിരികെ ചെല്ലുന്ന സമയത്ത് സൃഷ്ടാവിനും നമ്മളോടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ എന്തായിരിക്കും നമുക്ക് എന്നുള്ളത് ആലോചിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഏൽപ്പിച്ച കർത്തവ്യത്തിനെ അത് വൃത്തിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അത് ചെയ്യാൻ വേണ്ടി പറ്റണമെങ്കിൽ നമ്മൾ അത് തേടിക്കൊണ്ടിരിക്കണം. പുറത്തേക്കാണ് നമ്മളെ തേട്ടം, മറ്റുള്ളവരിലേക്കാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്, ചുറ്റുപാടിലെ പ്രശ്നങ്ങളിലേക്കാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. ഇത് തേടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളതും നമ്മളെ ഇന്റൻഷൻ എന്താണ്, നമ്മളെ പർപ്പസ് എന്താണ് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. നോട്ട് നമ്മളെ ഉള്ളിലേക്കായിരിക്കണം, തേട്ടം നമ്മളെ ഉള്ളിലേക്കായിരിക്കണം. ഇത് ഇവിടേക്ക് തേടിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമാണ്, അതിനെ കേൾക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ലൈഫിലെ പർപ്പസ് എന്താ മനസ്സിലാക്കാൻ വേണ്ടി പറ്റാം. ഈ 24 hours ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ട് ബീറ്റിനെ എപ്പോഴെങ്കിലും ഒന്ന് അറിഞ്ഞിട്ടുണ്ടോ? ഒന്ന് കൈവച്ചൊന്ന് ഫീൽ ചെയ്ത് നോക്കിയേ, നെഞ്ചിലൊന്ന് കൈവച്ചിട്ടൊന്ന് ഫീൽ ചെയ്ത് നോക്കിയേ. മൂപ്പര് അവിടെ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ആളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമുക്ക് എവിടെ അതിന് നേരമല്ലേ? നമ്മളിങ്ങനെ ഓടുകയാണ് തിരക്കുകളിലൂടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതിനൊന്നും അനുഭവിക്കാനുള്ള സമയമില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ശ്വാസത്തിനെ, ആ പ്രിയപ്പെട്ട ബ്രീത്തിനെ നമുക്ക് അനുഭവിക്കാൻ നേരില്ല. അതിനെ നമ്മൾ ആസ്വദിക്കുന്നില്ല. മൈൻഡ്ഫുൾനെസ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റണം. എന്ത് ചെയ്യുമ്പോഴും ആ ചെയ്യുന്നതിൽ ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ജീവിക്കുക. ലിവ് ഇൻ ദ പ്രസന്റ്, ലിവ് ഇൻ ദ മൊമെന്റ്. ആ നിമിഷത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റണം. അപ്പോഴാണ് ലൈഫ് കളർഫുൾ ആവുള്ളൂ. നമ്മളിങ്ങനെ ടെൻഷനാണ്, കഴിഞ്ഞതിനെ കുറിച്ചും വരാനിരിക്കുന്നതിനെ കുറിച്ചും മൊത്തത്തിൽ ടെൻഷനായിട്ട്. മക്കൾ എന്താ കാണിച്ചു കൊടുത്തേ, മക്കൾ പുറത്തു പോയിട്ട് നേരത്തെ വരൂല്ലേ, അവരുടെ ഭാവി ലൈഫ് എന്താവും? വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് പല സംഭവങ്ങളും നിങ്ങൾ കണ്ടോണ്ടിരിക്കുക. അയ്യോ പഠിച്ചോനെ, ഇതൊക്കെ ഇപ്പൊ ഇനി എന്റെ ലൈഫിൽ സംഭവിക്കുമോ അല്ലെ? എന്റെ ലൈഫിൽ ഇനി അതൊക്കെ വരാൻ പോവാണോ? എന്റെ മക്കൾ ഇനി ഇങ്ങനെയൊക്കെ ആവാൻ പോവാണോ? ടെൻഷനാണ്, മൊത്തത്തില് ഫുള്ള് ടെൻഷനാണ്. പാരന്റ്സ് ഇങ്ങനെ കിടന്നിട്ട് പ്രഷർ കൊടുക്കാണ് മക്കൾക്ക്. നിങ്ങൾ നല്ലൊരു പാരന്റ് ആവണം ആദ്യം. അതിനാദ്യം നിങ്ങളുടെ മക്കൾ നന്നാവണമെങ്കിൽ നമ്മൾ നന്നാവണം. നമ്മൾ എന്ന റൂട്ട് ക്ലിയർ ആയെങ്കിൽ മാത്രമേ മക്കൾ നന്നാവുള്ളൂ. ഈ റൂട്ട് മൊത്തം പുഴുക്കേടാണ്, അത് മൊത്തം കേടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിലുള്ള ഫ്രൂട്ട് നന്നാവൂല. അപ്പൊ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് നമ്മളാണ്. മക്കൾ നന്നാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസിഷൻ നിങ്ങളിലെടുക്ക്, നിങ്ങൾ മാറ്റം വരുത്തുക. നിങ്ങൾക്ക് അവരോട് കാമായിട്ട് പറയാൻ വേണ്ടി പറ്റണം. നിങ്ങൾക്ക് അവരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഗൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു റോൾ മോഡൽ ആവണം. ജുമ്മാക്ക് 24 മണിക്കൂർ അടുക്കളയിൽ പണിയാണെന്നെങ്കിൽ കുട്ടി എന്താ നമ്മളെ കണ്ടു പഠിക്കാനുള്ളത്? ഒന്നും പഠിക്കാനില്ല, പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിംഗ് സീറ്റിൽ ഇരുന്ന സമയത്ത് ഒരു സ്ത്രീ പറയണ്ടായി, 2 ട്വിൻസ് ആണ് അവർക്ക്, 4 വയസ്സായിട്ടുള്ളൂ മക്കൾക്ക്, പ്രീ സ്കൂളിൽ പോകുന്ന പ്രായം. ഈ കുട്ടികള് 4 വയസ്സായ മക്കൾ പറയാണ്, വീട്ടില് ബെല്ലടിച്ച ഒരാൾ വന്ന സമയത്ത് ഉമ്മ വരികയാണ്, അടുക്കളയിൽ നിന്ന് വരുന്ന സമയത്ത് ഉമ്മയുടെ കുട്ടി പറയണത്രേ, ഉമ്മാക്ക് നോക്കാൻ വരാൻ നേരില്ലല്ലോ, ഉമ്മ നോക്കണ്ട, ഉമ്മക്ക് അടുക്കളയിൽ തന്നെ അല്ലേ പണി, ഉമ്മ എപ്പോഴും അടുക്കളയിലല്ലേ. കുഞ്ഞു മക്കളാ പറയുന്നത്, മനസ്സിലാണോ? ഉമ്മ എപ്പോഴും അടുക്കളയിലല്ലേ. അപ്പൊ ഈ 4 വയസ്സുള്ള കുട്ടി ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഈ ഉമ്മ ഫുൾ ടൈം ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കും, ഉമ്മ വേറെ കാര്യമൊന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മളെ റോൾ മോഡൽ ആക്കില്ല മക്കള്. മറ്റുള്ള ഫിലിം ഇൻഡസ്ട്രീസും അവിടെ ഇവിടെയും കാണുന്നവരൊക്കെ മക്കൾ അനുകരിക്കാൻ തുടങ്ങും. പിന്നെ എങ്ങനെ മക്കൾ നന്നാവാ? നമ്മളിൽ കാണിച്ചു കൊടുക്കണം. ഓരോ കാര്യത്തിലും പഠനത്തിലായിക്കോട്ടെ, നിങ്ങൾ മക്കൾ പഠിക്കണമെന്ന് ആഗ്രഹം, നിങ്ങൾ പഠിച്ച് കാണിച്ചു കൊടുക്ക്. നിങ്ങൾ ഇരുന്ന് പഠിക്ക്. പഠനത്തിനൊന്നും അവസാനമല്ല, ജീവിതകാലം വരെ നമുക്ക്, അവസാനം വരെ നമുക്ക് പഠിക്കാന്നുള്ളതാണ് അല്ലെ? തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് ആവാം, നമ്മുടെ ലൈഫിലും ആവാം. ഇതൊക്കെ ചൊല്ലുകളിൽ മാത്രം നിന്നാ പോരാ, പ്രാവർത്തികമാക്കണം ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ. അവിടെയാണ് നമ്മൾ റിയൽ ഹീറോ ആയിട്ട് മാറുന്നത്. മക്കളുടെ മുന്നിലും, ഭർത്താവിന്റെ മുന്നിലും, അമ്മായിമ്മയുടെ മുന്നിലും, മറ്റ് സിസ്റ്റർ ഇൻ ലോസിന്റെ മുന്നിലും ഒക്കെ നമ്മളൊരു റോൾ മോഡലായിട്ട് മാറാൻ നമ്മളെന്ന് ഒരൊറ്റ വ്യക്തി വിചാരിച്ചാൽ മതി. ആ മാറ്റം വരുത്താൻ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്താം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറും. നിങ്ങളുടെ ചിന്ത മാത്രം മാറ്റിയാൽ മതി, നിങ്ങളുടെ പ്രവർത്തനം മാറും, നിങ്ങളുടെ ലൈഫ് മാറും. ആ മാറ്റമാണ് ക്ലാരിറ്റി കോഡ് നിങ്ങളിലേക്ക് തരാൻ തന്നുകൊണ്ടിരിക്കുന്നത്. സോ ഡിയേഴ്സ്, കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങളൊക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും സമയം സംസാരിച്ചത്. എനിവേ, പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംസാരിക്കണം, കൂടുതൽ പറയാൻ, ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് എങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, എനിവേ, താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നമ്മളെ കേട്ടിരുന്നതിൽ, കുറച്ച് സമയമെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓവർ ടു യു, അഫി. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ഓക്കെ. അപ്പോ എന്തായാലും നമുക്ക് മാം പറഞ്ഞ പോലെ നമ്മളിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. നമ്മുടെ ചുറ്റുപാട് മാറണമെങ്കിൽ നമ്മൾ ആദ്യം മാറണം എന്നുള്ളതാണ്. ആ ഒരു സത്യത്തിലെ ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ എന്നാണോ മനസ്സിലാക്കുന്നത് അന്നാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുള്ളൂ, അന്നാണ് നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് നമ്മളെ കേട്ടിരുന്നതിനും ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിനും ഒക്കെ. അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇനിയുള്ള ജേർണി നമ്മളോടൊപ്പം തുടരണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാരിറ്റി കോഡിൽ ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ബാച്ചിലോട്ടോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ബാച്ചിലോട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഈ നിമിഷത്തിൽ അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ അവർക്ക് അനുഭവിക്കേണ്ട സന്തോഷങ്ങൾ വരെ അവർ മറന്നു പോകുന്നുണ്ട്. ഈ ഒരു പാസ്റ്റിലും ഫ്യൂച്ചറിലും അകപ്പെട്ടിട്ട് നമുക്ക് അവർക്കൊക്കെ ഈ ഒരു നിമിഷത്തിൽ നിമിഷത്തിൽ സന്തോഷിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യും, നമ്മളിൽ പല ആളുകളും ഈ പാസ്റ്റിനെ കൊടുത്തും ഫ്യൂച്ചറിനെ കൊടുത്തും അനാവശ്യമായ ചിന്തകളിലൂടെ ജീവിക്കുന്നവരാണ്. അല്ലെ? നമുക്കറിയാം, നമുക്കൊരിക്കലും നമ്മുടെ പാസ്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഒരിക്കലും കൂട്ടുപിടിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാവിയെ നമുക്ക് പിടിക്കാൻ പറ്റൂല. നമുക്കിങ്ങനെ എത്തിപ്പിടിക്കാൻ പറ്റുമോ? എനിക്കത് വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ഭാവിയെ നമുക്ക് പിടിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എന്താ? ഈ ഒരു നിമിഷാണ്, അല്ലെ? ഈ ഒരു നിമിഷത്തെ മനോഹരമാക്കുക എന്നുള്ളതാണ്. ഈ ഒരു നിമിഷത്തെ ആസ്വദിക്കുക, ഈ ഒരു നിമിഷത്തെ സന്തോഷിക്കുക, ചിരിക്കുക. നമുക്ക് പറ്റുന്നത്ര നമുക്ക് മാക്സിമം നമ്മൾ ഈ ഒരു സമയം, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സിന് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശാന്തമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കാൻ പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്തായിരിക്കും? ഈ സെഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇവിടെ പോകണം, എന്റെ മക്കൾ, ഇതായിരിക്കും നമ്മളൊക്കെ ചിന്തയിൽ വന്നു പോകുന്നത്. അപ്പൊ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു നിമിഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല, അല്ലെ? നമ്മൾ ഈ ഒരു നിമിഷത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ പ്രസന്റ് മൊമെന്റ് എന്നുള്ളത് നമ്മുടെ ശ്വാസം പോലെയാണ്. പോലെ എന്നല്ല, ശരിക്കും നമ്മുടെ ശ്വാസമാണ്. ഈ ഒരു നിമിഷം നമ്മൾ നിൽക്കണമെങ്കിൽ, ഈ നിമിഷം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ശ്വാസം വേണം, അല്ലെ? ഈ നിമിഷത്തിലേക്കുള്ള കൃതജ്ഞതയും ഈ നിമിഷത്തിലേക്കുള്ള ശ്രദ്ധയുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ പല ചിന്തകൾ വന്നു പോകും, നമുക്ക് ഒരുപാട് പ്ലാനിങ് ഉണ്ടാകും, എല്ലാം വേണം. നമ്മുടെ ലൈഫിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് പ്ലാനിങ് ഉണ്ട്, എല്ലാം വേണം. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് എന്താണ്? ഈ ഒരു നിമിഷത്തിലാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ നാളെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും നാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ നാളെ എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണ്, അല്ലെ? നമ്മൾ ഒരു മനുഷ്യരും നാളെ അനുഭവിച്ചിട്ടില്ല, ഉണ്ടോ? ഇല്ല. ഈ നാളെ ആയാൽ വീണ്ടും നാളെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് പ്ലാനിങ്ങും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ വേണ്ടേ? പക്ഷെ അപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് ഈ നിമിഷത്തിൽ ജീവിക്കാനാണ്, ഈ നിമിഷത്തിൽ സന്തോഷിക്കാനാണ്, അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുക? ഈ നിമിഷത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ പലരും പറയും, പിന്നെ എങ്ങനെയാ നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുക? ഞാൻ ഇന്നലെ സ്റ്റാറ്റസ് ഇട്ട നേരം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, എനിക്ക് കുറച്ച് കോച്ചിങ് തരുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിന്റെ പ്രശ്നം എന്താന്ന് എന്നോട് പറ. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞൊന്ന് മോട്ടിവേഷൻ, എനിക്ക് പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും എനിക്ക് കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും പറയുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, നമ്മുടെ സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചാണ്, ഈ സെൽഫ് ലവ് എന്നൊക്കെ പറയുന്നത് സെൽഫിഷ് ആകൂലേ എന്നുള്ളത്. ആണോ? സെൽഫ് ലവ് സെൽഫിഷ് ആണോ? അല്ല. ഈ നിമിഷത്തിൽ ജീവിക്കുന്നത് സെൽഫിഷ് ആണോ? അല്ല. അങ്ങനെയുള്ള ചിന്തകളാണ്, അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പലപ്പോഴും ഈ നിമിഷത്തിൽ ജീവിക്കാൻ സമ്മതിക്കാത്തത്, അല്ലെ? ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുക, എങ്ങനെയാണ് ഈ നിമിഷത്തെ മനോഹരമാക്കേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം. എന്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും ഈ നിമിഷത്തിൽ ജീവിക്കുന്നവരാ, അതെനിക്ക് നല്ല രീതിയിൽ അറിയാം. എങ്കിൽ പോലും കുറച്ച് പോയിന്റ്സ് നിങ്ങളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോ
ഈ നിമിഷത്തില് എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നമ്മൾ എപ്പോഴും നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. നമ്മുടെ ശ്വാസത്തെ എപ്പോഴും നമ്മൾ അനുഭവിക്കുക. നമുക്കറിയാം, നമ്മൾ ഓരോ മെഡിറ്റേഷനിലും നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ ശ്വാസം. അതിലൊക്കെ പറയുന്നത് ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മുടെ ശ്വാസത്തിൽ നിന്നാണ്, അല്ലെ? ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസത്തെ ഒന്ന് ആസ്വദിച്ച് നോക്കും. നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്? ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. നമ്മുടെ ശ്വാസം ഒഴികെ നമ്മളെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മളെല്ലാം നമ്മളെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ അത് ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശ്വാസത്തെ നമ്മൾ എപ്പോഴെങ്കിലും ആസ്വദിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ജസ്റ്റ് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നിങ്ങൾ വളരെ മനോഹരമായിട്ട് അത് ആസ്വദിക്കാം. എന്റെ ശ്വാസമാണ്, മൈ ബ്രീത്ത്. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ എന്റെ ശ്വാസമേ എന്നൊക്കെ വിശേഷിപ്പിക്കും, അല്ലെ? അത്രയ്ക്കും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മളെ നിലനിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസമാണ്. ആ ശ്വാസത്തെ വളരെയധികം ആസ്വദിക്കാം. എത്ര ഭംഗിയായിട്ടാണല്ലേ നമ്മൾ ഈ ഒരു ശ്വാസത്തെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും. നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ്. ഈ നിമിഷത്തിൽ നമുക്ക് നമ്മുടെ ശ്വാസത്തെ അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളത്. ശ്വാസത്തെ മനോഹരമായിട്ട് ആസ്വദിക്കാം. പതിയെ കണ്ണുകൾ തുറക്കാം. ഈ ഒരു എക്സസൈസ്, ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്യാം. ഒരിക്കലെങ്കിലും നിങ്ങൾ നമുക്ക് എന്ത് വിഷമങ്ങൾ വരുമ്പോഴും എന്ത് പ്രയാസത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. എനിക്ക് എന്റെ ചുറ്റും നമുക്ക് എത്ര വലിയ സന്തോഷങ്ങൾ, എത്ര വലിയ നമ്മൾ നേടിയാലും നമ്മുടെ ശ്വാസം ഇല്ലാണ്ട്, നമ്മുടെ ശ്വാസത്തെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ശ്വാസത്തിന് വാല്യൂ കൊടുക്കുക. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഇന്ന് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ആളുകളാണ്. എങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. അതുപോലെ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിക്കായിക്കോട്ടെ, വെള്ളം കുടിക്കായിക്കോട്ടെ, അതിൽ നമ്മുടെ ശ്രദ്ധ, നമ്മൾ പലപ്പോഴും നമ്മൾ ഫോണ് കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റ് സംസാരങ്ങളിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നതൊക്കെ. പച്ചവെള്ളം, നമ്മൾ നമ്മുടെ വെള്ളം കുടിക്കുമ്പോൾ പോലും അതിന്റെ രുചി നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. അതിലെ ഓരോ സിപ്പും നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. ഭക്ഷണം കഴിക്കുമ്പം അതിന്റെ രുചി ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ പറ്റണം. ആ രീതിയിൽ ഓരോ കാര്യത്തിലും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റണം. മറ്റുള്ളവരോട് ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റണം. അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ ഈ നിമിഷം നടക്കുന്ന ഓരോ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. എല്ലാത്തിലും നമുക്ക് നന്മകൾ കാണാൻ പറ്റും. നമ്മുടെ വീട്ടുകാരോടായിക്കോട്ടെ, നമ്മളെ മക്കളോടായിക്കോട്ടെ, നമ്മൾ സംസാരിക്കുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അതിലെന്ത് ചെയ്യാൻ പറ്റും, സന്തോഷം കണ്ടെത്താൻ പറ്റുന്നതാണ്. അടുത്തത്, നിങ്ങളുടെ ചിന്തയെ ശ്രദ്ധിക്കാം. നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള മറ്റൊരു മാർഗമാണ് നമ്മുടെ ചിന്തയെ ശ്രദ്ധിക്കാം. ചിന്തകൾ വന്നു പോകും. ആ ചിന്തകളില് വീണു പോകാതെ, ആ ചിന്തകളിൽ മുഴുകിപ്പോകാതെ, ഇങ്ങനെ ചിന്തകൾ വരുമ്പം ഈ ചിന്ത കൊണ്ട് എനിക്ക് എന്താണ് ബെനിഫിറ്റ്, ഞാൻ ഹാപ്പി ആകുന്നുണ്ടോ, ഈ ചിന്ത എന്താണ്? ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറും ചിന്തയാണല്ലേ. നമ്മളൊക്കെ ഒരു ചിന്ത, വെറും ആ ചിന്തയെ നമ്മൾ അനുഭവിക്കുന്നില്ല, നമ്മൾ കാണുന്നില്ല, നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. എങ്കിൽ പോലും ആ ചിന്തയെ പേടിച്ചാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്ര വിഡ്ഢികളാണെന്ന്. വെറും ഒരു ചിന്ത നമ്മുടെ മനസ്സിലൂടെ ഒരു നിമിഷം കടന്നു പോകുന്ന ആ ചിന്തയുടെ, അല്ലെങ്കിൽ ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം നമ്മൾ ദുഃഖത്തിലേക്ക് നമ്മൾ തള്ളിവിടുന്നത്, അല്ലെ? അത് വെറും ചിന്തയാണ്. ആ ചിന്തയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ചിന്തയ്ക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് ആ ചിന്ത വെറും ചിന്ത മാത്രമാണ്. ഇതെന്നെ ഒന്നും ചെയ്യുന്നില്ല, ഈ ചിന്ത എന്നെ പിടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഇത് വെറും ചിന്ത മാത്രമാണ്. എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആവശ്യമില്ലാത്ത വെറും ചിന്തകളാണ്, എന്റെ ഹാപ്പിനെസ് ഇല്ലാതാക്കാൻ വന്ന ചിന്ത മാത്രമാണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. നെഗറ്റീവ് തോട്ട്സ് വരുമ്പം ചിന്തയെ അതിന്റെ വഴിക്ക് വിടുക. അതിലിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാതെ, അതിൽ മുഴുകിയിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങാം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ചിന്തകളാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ സന്തോഷങ്ങൾ കെടുത്തുന്നത് എന്താണ്?
ചിന്തയാണ്, ചിന്ത മാത്രമാണ്. അതുപോലെ നമുക്ക് ഈ നിമിഷം മനോഹരമാക്കാനുള്ള അടുത്തൊരു ടൂളാണ്, നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്? ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ വാല്യൂ, ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ മഹത്വം എന്താന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്, നിങ്ങളൊക്കെ അത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ നിമിഷം നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഹെൽപ്പ് ചെയ്തവർക്ക്, നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു നിമിഷം എനിക്ക് കിട്ടിയതിന്, ഈ മനോഹരമായ ലോകത്ത് എനിക്കും ജീവിക്കാൻ അവസരം തന്നതിന്, ഈ ദിവസം എന്നിലേക്ക് തന്നതിന്, ഈ പുലരിയും എനിക്ക് കാണാൻ തന്നതിന്, ഇതിനൊക്കെ നിങ്ങൾ നന്ദി പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ നിലനിർത്തുക. ഇതൊരു മൈൻഡ്ഫുൾ എക്സസൈസ് ആയിട്ട് മാറ്റാം. നമുക്ക് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ നിമിഷം എനിക്ക് തന്നല്ലോ, ഈ നിമിഷത്തിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ മക്കൾ സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ ഞാനിവിടെ വേണം അല്ലെ, ഈ ഒരു നിമിഷം എനിക്ക് വേണം. എൻ്റെ പാരൻസ്, എൻ്റെ കൂട്ടുകുടുംബം, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ ഞാൻ എന്ന വ്യക്തി ഈ നിമിഷം ജീവിക്കണം അല്ലെ. അപ്പൊ ഓരോ നിമിഷത്തിനും നിങ്ങൾ എന്ത് ചെയ്യാം? നന്ദി പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ട അതൊരു ടൂളാണ്. നമ്മുടെ ജീവിത വിജയത്തിനുള്ള ഒരു ടൂളാണ് എന്ത്? ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങളും സന്തോഷങ്ങളും സമാധാനവും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു നിമിഷമാണ് അല്ലേ. ഈ ഒരു നിമിഷമുള്ളത് കൊണ്ടല്ലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഈ നിമിഷത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ, സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഈ ഫ്യൂച്ചർ എന്നത് അതൊരു മിസ്റ്ററിയാണ്, അത് നിഗൂഢതകൾ നിറഞ്ഞൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് ആവശ്യമില്ലാതെ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. നമുക്കൊരിക്കലും ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മിസ്റ്ററി ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതം തന്നെയാണ് അല്ലെ. ഈ പാസ്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ് അല്ലെ, അത് വെറും ചരിത്രമാണ്, അത് ഓർമ്മകളാണ്. അതിലോട്ട് തിരിച്ചു പോകാനോ അതിനെ വീണ്ടെടുക്കാനോ നമുക്ക് സാധിക്കൂല. എന്നാൽ പ്രസന്റ് എന്ന് പറയുന്നത് അത് നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റിനെ ഇങ്ങനെ കൈവെള്ളയിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ, നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമുക്ക് ഗിഫ്റ്റ് ചെയ്താല് അതിനെ നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് കൊണ്ടു നടക്കും, എത്ര മനോഹരമായിട്ട് എത്ര കാത്തു സൂക്ഷിക്കും. അതുപോലെ തന്നെ ചെറിയൊരു കുട്ടിയെ നമ്മൾ എങ്ങനെ പരിപാലിക്കുക, അതുപോലെ ഈ നിമിഷത്തെ നമ്മൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ആ നിമിഷത്തിൽ നമ്മൾ സന്തോഷിക്കുക. നമ്മുടെ നാളത്തെ വിജയത്തിന് ഈ ഒരു നിമിഷത്തെ നമ്മൾ ഉപയോഗിക്കുക. എനിക്കും നിങ്ങൾക്കും നാളത്തെ ജീവിതവും നാളത്തെ നിമിഷവും അല്ലെങ്കിൽ നമ്മുടെ നാളെ എന്നുള്ള ആ ഒരു പ്രതീക്ഷയും നമുക്ക് നിലനിർത്താനും സന്തോഷിക്കാനും ഈ ഒരു നിമിഷം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു അഫീഫ ഫോർ എ വണ്ടർഫുൾ സെഷൻ. നല്ലൊരു സെഷൻ, നല്ലൊരു മീൻസ് എല്ലാം ഹാപ്പിനെസ് കോച്ച് എന്ന് പറയുന്ന വെറുതെ അല്ല, ഈ നിമിഷത്തിൽ ചിലപ്പോൾ ജീവിക്കുന്നത് കൊണ്ടായിരിക്കും അഫീഫക്ക് ഇത്രയും ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നല്ലേ, എനിക്ക് തോന്നുന്നു. അപ്പോ നമ്മളോട് പറഞ്ഞു തന്നതും അത് തന്നെയാണ്, ഈ നിമിഷത്തിൽ ജീവിക്കുക, ഈ നിമിഷത്തെ ആസ്വദിക്കുക. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് അതാണ്. പലപ്പോഴും ഇന്നലകളിലെ ആ ചിന്തകളും ഇന്നലകളിലെ മറ്റ് ഭാണ്ഡവും നാളത്തെ കുറിച്ചുള്ള പേടിയുമാണ് നമ്മളെപ്പോഴും ഭരിക്കുന്നത് അല്ലെ. അത് നമുക്ക് ടെൻഷൻ ആവുന്ന എന്തുകൊണ്ടാണ്? നാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെ. നേരെ മറിച്ച് ഇപ്പോഴുള്ള നിമിഷത്തെ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഹാപ്പിയാണ് അല്ലേ. അല്ലെങ്കിൽ പല പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേവലാതിപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇനി എന്ത് വരാൻ പോകുന്നു എന്ന് ചിന്തിച്ചിട്ട് കൊണ്ടാണ് നമ്മൾ പലരും ഇരിക്കുന്നത്. അതാണ് നമ്മുടെ ഈ ഓരോ ടെൻഷനുകൾക്ക് കാരണം അല്ലേ. താങ്ക് യു ഫോർ എ വണ്ടർഫുൾ സെഷൻ അഫീഫ. അപ്പോ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു, സെൽഫ് ലവ്, പിന്നെ നമ്മുടെ ശ്വാസത്തെ അറിയാന് ഇതൊന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മൾ കുറച്ച് നേരം നമ്മുടെ ശ്വാസത്തിൽ നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് കുറേ മനസ്സമാധാനം, കുറേ പീസ് കിട്ടും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളൊരു ഓട്ടാണല്ലേ നമ്മളെല്ലാവരും. നമ്മളിപ്പോ ഇതിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ ശ്വാസത്തെയൊക്കെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഞാനൊന്നും പണ്ടൊന്നും പറഞ്ഞ പോലെ ശ്വാസത്തിനൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യൂലായിരുന്നു. മുബഷിറ മാമിന്റെ കൂടെ വന്നതിന് ശേഷം നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു തുടങ്ങിയത് തന്നെ. അപ്പൊ ഇതൊക്കെ നമ്മളെ നല്ല കുറച്ച് നമ്മുടെ ജീവിതം പഠിച്ച റബ്ബ് നമുക്ക് തന്ന
അത്രയും വലിയൊരു ഗിഫ്റ്റ് ആണ് എന്നുള്ളത് പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. പാസ്റ്റ് ഒരു ഹിസ്റ്ററിയാണ്, പ്രസന്റ് ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു, ഫ്യൂച്ചർ ഇസ് എ മിസ്റ്ററി എന്നും പറഞ്ഞു അല്ലെ. വളരെ വലിയൊരു മെസ്സേജ് ആണ് നമുക്ക് അഫീഫ മാം തന്നത്. ഇനി വലിയ ഒരു ഹാർട്ട്ഫുൾ താങ്ക് യു ഫോർ ദിസ്. എന്തായാലും വെരി മച്ച് താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് എല്ലാവരുടെയും റിയാക്ഷൻസ് കേൾക്കാം അല്ലെ. എല്ലാവരും ഫീഡ്ബാക്സ് ഒന്ന് പറയോ? താങ്ക് യു മാം. വാക്കുകളൊന്നും പറയാൻ പറ്റൂല. അത്ര അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി എല്ലാം നമുക്കറിയാം. ഇപ്പൊ ശ്വാസം എന്ന് പറഞ്ഞു, നമ്മൾ ഓരോ നിമിഷം അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിലും അതിനെ അറിയാന്നുള്ള ഒരു പോയിന്റ്. പിന്നെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പൊ ഈ പറഞ്ഞില്ലേ പ്രസന്റ് ഗിഫ്റ്റ് ആണെന്നുള്ളത്, അത് ഒരിക്കലും ചിന്തിക്കണില്ല. പ്രസന്റിനെ പറ്റി ചിന്തിക്ക പോലില്ല. കഴിഞ്ഞത് മാത്രം ചിന്തിക്കുക, നാളെ ഉണ്ടാവും. അത് രണ്ടും മാത്രമേ ഉള്ളൂ. കഴിഞ്ഞതൊക്കെ സങ്കടങ്ങളില്ലായിരുന്നു. പിന്നെ ഇനി നാളെ അതുമാതിരി ആവും. അപ്പൊ കഴിഞ്ഞതിനെ പറ്റി സങ്കടപ്പെടുക, പിന്നെ ഇനി വരാൻ പോണതിനെ പറ്റിയിട്ട് പേടിക്കുക. അല്ലാതെ പ്രസന്റ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ചിന്തിക്ക പോലും ചെയ്യണില്ല. അതിനെ പറ്റി ടെൻഷൻ, ഈ കഴിഞ്ഞതിനെ പറ്റി ആലോചിച്ചിട്ടും വരാൻ പോണതിനെ പറ്റി ചിന്തിച്ചിട്ടും ടെൻഷൻ അടിച്ചിട്ട് പ്രസന്റ് നശിപ്പിക്കുക. അതാണ് ഇത്ര നാളായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു തിരിച്ചറിവ്, പിന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മള് സ്വന്തമായിട്ട് നമ്മള് സെൽഫ് ലവ് എന്ന് പറയുന്ന സംഭവം, അതൊക്കെ നമ്മൾ ഇപ്പോഴാണ്. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ആയാലും എന്താണെങ്കിലും എല്ലാം നമ്മള് ഇതിൽ വന്നപ്പോഴാണ് ഡീപ്പായിട്ട് നമ്മള് അറിയണതും അതിനെ മനസ്സിലാക്കണം. അതിലൊക്കെ ഉള്ള ഒരു ചേഞ്ച് നല്ലൊരു ചേഞ്ചാണ്. എന്തൊക്കെ പറഞ്ഞാലും ഹാഫീസ മാമിനെ കാണുമ്പോ ഭയങ്കര സന്തോഷാ. ആ ചിരിയും ആ മൂക്കും ഒക്കെ ഇങ്ങനെ കാണുമ്പോ എന്തൊരു സന്തോഷം. അതുപോലെ തന്നെ ആ വാക്കുകളും അങ്ങനെ തന്നെയാണ്. മുബഷിറ മാമിന്റെ വാക്കുകൾ പോലെ ഉള്ളിലേക്ക് കേറുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ക്ലിയർ വോയിസ് ആണ്. മറ്റേ നമുക്ക് അത് കേൾക്കുമ്പോ തന്നെ ഭയങ്കര സന്തോഷാണ്. പിന്നെ എന്ത് പറയുമ്പോഴും അത് അത്രയും ക്ലിയർ ആയിട്ട് ഓരോരുത്തരായിട്ട് സംസാരിക്കുമ്പോഴും അതത്രയും ഡീപ്പായിട്ട് ഓരോരുത്തരുടെ ഫീലിങ്ങിനനുസരിച്ച് സംസാരിക്കാൻ പറ്റുക. ആ ഹാപ്പിനെസ് കോച്ച് ആ ഒരു വണ്ടർഫുൾ വേടാട്ടാ. അത് അത്രയും ചേരുന്ന ഒരു വാക്കാണ്. ഐ ലവ് യു എല്ലാത്തിനും താങ്ക്സ് കേട്ടോ. പിന്നെ നമ്മൾ ഓരോ നിമിഷം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അതും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ട്, പക്ഷെ ഓരോ നിമിഷത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണില്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അതൊക്കെ ഇന്ന് പറഞ്ഞെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഭയങ്കരമായിട്ട് ഉള്ളിൽ ടച്ച് ചെയ്തു ഓരോ വാക്കുകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോറ. വണ്ടർഫുൾ ഫീഡ്ബാക്ക്. ഷാഹിദ മാം പറഞ്ഞോളൂ. നമ്മള് ഒരിക്കലും നന്ദി നമ്മളോട് പറയാറില്ലല്ലോ. ദൈവത്തിനോട് പറയും, നമ്മളോട് നമുക്കൊരു നന്ദിയുണ്ട്, നമ്മൾ പറയാറില്ല. ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ താങ്ക്സ് എന്ന് പറയില്ല. ഇന്നത്തെ ചിന്തകൾ ഇന്നില്ല. ഇന്നലത്തത് നാളെ എന്തായിരിക്കും എന്നുള്ളതുള്ളൂ. ഇന്നലത്തത് ഒരുപാടുണ്ടാവും. ഇന്നലെ അതിനെ ചിന്തിക്കാനുള്ള ഫുള്ള് ഇന്നാ ചിന്തിക്കും ഇന്നലത്തെ കാര്യങ്ങൾ. പക്ഷേ ഇങ്ങനെ ഈ ക്ലാരിറ്റി കോച്ചിന്റെ ഇതിൽ കയറിയപ്പോൾ ഇന്നലത്തെ ചിന്തകളൊക്കെ കുറേ പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ചിന്തിക്കാനുള്ള ടൈം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ക്ലിയർ ആയിട്ട്. പിന്നെ ഞാനെപ്പോഴും നന്ദി പറയും കേട്ടോ. എൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറയും, ഞാൻ ഇന്ന് ജീവിക്കുന്നത് കുറച്ചതിൻ്റെ ഒരു ഹയറുകൊണ്ട് തന്നെയാണെന്നുള്ളത്. ആ ഒരു നന്ദി എപ്പോഴും പറയും. അതെന്നും ഓർക്കൂ. അത് പിന്നെ മരണം വരെ ഓർക്കൂ എന്നുള്ളത് ഇതിൻ്റെ. പിന്നെന്താ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ മക്കളോടും പറയും. ഒരാളിങ്ങനെ പറയും, ലേശം കളറിൻ്റെ പ്രശ്നങ്ങൾ പറയും. അപ്പം ഞാൻ പറയും, സോ നമുക്ക് ഇത്ര തന്നില്ലേ, തരാത്ത ഇത്ര ആൾക്കാരുണ്ട്, അപ്പോൾ അതാലോചിക്കാൻ പറയും. അപ്പം നിങ്ങളതിൽ ഞാനെന്ത് ഇങ്ങനെ പോയെന്നൊക്കെ ചോദിക്കും. അത് കുറച്ചാൽ അങ്ങനെ ആയതാണ്. ചെറുപ്പത്തിലുള്ള കളർ വലുതായപ്പോൾ വന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. നമുക്ക് കൈയും കാലും ഇല്ലാതെ ഇത്ര പോലും മുഖത്ത് കണ്ണും ഷാഹിദ മാമിന്റെ വോയിസ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു കേക്കിറക്കം വരുന്ന കാരണം ചില വാക്കുകൾ മനസ്സിലാവണില്ല പറയണത്. ഞാൻ ഹെഡ്സെറ്റ് വെച്ചിരുന്നു ഓപ്പൺ ആയിട്ടായിരിക്കണേ. എന്നും ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ പറ്റും. 2 ദിവസം അവിടെ പണിയുണ്ട്. അപ്പൊ അതുകൊണ്ട് കേൾക്കുന്നില്ല.
കേൾക്കുന്നുണ്ട് ഒരു മറ്റേ കേക്കിറക്കം വരുന്ന പോലെ. അപ്പൊ ചില വാക്കുകൾ എനിക്ക് മാത്രമാണോ എന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ അങ്ങനെ മോളോട് ഞാൻ പറയരുത്. അതൊന്ന് പിന്നെ നമ്മള് ഹയറാക്കുക, അതിൽ നമ്മൾ സന്തോഷിക്കുക. വരാനുള്ളതോ നമുക്കില്ലല്ലോ എന്നുള്ളതോ ചിന്തിക്കരുതെന്ന് പറയും. ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ കുറിച്ച് ചിന്തിക്കുക, നാളത്തത് ശരിക്കും നമ്മൾ നാളത്തത് ആലോചിക്കില്ല. നാളെ എന്തായിരിക്കല്ലോ നമ്മൾ ചിന്തിക്കും, പക്ഷെ ഇന്നത്തെ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. ഏതായാലും ഈ ക്ലാരിഫിക്കേഷൻ്റെ ഇതിൽ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ കാണാനോ അറിയാനോ ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനൊക്കെ കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ശാരദ മാം. ഇനി സുമിഷ മാം. ഞാൻ ഈ മോളുണർന്നപ്പോഴേ ആണോ? അതെ. പിന്നെ പറയാൻ ഇപ്പൊ പറ്റുമോ? ഫീഡ്ബാക്ക് പറയാൻ? ഒരു 1 മിനിറ്റ് കേട്ടോ, ഞാനൊന്ന് വരാം. അടുത്ത ആളെ സംസാരിക്കുമ്പോഴേക്കിന്. ഓക്കെ. സെലീന മാം. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. എവിടെ വീഡിയോ എവിടെ കാണുന്നില്ല? കണ്ടിട്ട് കുറച്ച് ദിവസമായി, മുഖം ഒന്ന് കാണാൻ പറ്റുമോ? അതെ, കാണാറില്ല ഇപ്പോ. എവിടെ ഒളിച്ചിരിക്കാന്ന് തോന്നുന്നു. ഫുള്ള് ഒളിച്ചിരിക്കില്ല. ഓക്കെ, ഇന്ന് നല്ലൊരു സെക്ഷൻ ആയിരുന്നു. നമ്മൾ ചെയ്തിട്ട് പകർത്താത്ത സംഭവമാണ് ഇപ്പൊ മാം പറഞ്ഞത്. നമ്മള് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞതിൽ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഇന്നത്തെ ഇതിൽ നമ്മൾ ജീവിക്കണില്ല, അറ്റ് പ്രസന്റ് മൂമെന്റിൽ നമ്മൾ നിൽക്കണില്ല എന്നുള്ളതാണ്. നമ്മളെ മൈൻഡ് എപ്പോഴും വരണത് കഴിഞ്ഞു പോയതിനെ ആലോചിച്ചിട്ടുള്ള ടെൻഷനും, ഇനി അതിന്റെ പിന്നാലെ പോയിട്ട് ഇനി എന്താവും എന്നുള്ളൊരു ചിന്തയിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലത്തെ ഇന്നത്തെ ആ ഗിഫ്റ്റില്ല നമുക്ക് ആസ്വദിച്ച് സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോ ചിന്തിച്ചു നോക്കുമ്പോ അങ്ങനെ ഒന്ന് ജീവിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് കളറാവും എന്നുള്ളത് അത് മറ്റൊരു സത്യമാണ്. ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കണേ. മാഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു സെലീന മാം. നമ്മളെ സക്കീന മാം എവിടെ? പറയൂ. മാം, താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അത് എത്ര വേഗം കഴിഞ്ഞ് ഭയങ്കര സങ്കടായി. അത്രയും നല്ലൊരു മൂഡിലിരിക്കായിരുന്നു. നമ്മള് ജീവിതത്തില് ഇല്ലാത്തൊരു സംഭവമാണ്. നമ്മള് ഇങ്ങനെ ജീവിച്ചു പോവുക എന്നല്ലാതെ നമ്മൾ ഇന്നത്തെ കാര്യം നമ്മള് ഓർക്കില്ലല്ലോ. വരാൻ പോണത് അതാണ് കൂടുതലും. അതിനെപ്പറ്റി ചിന്തിച്ച് എന്തൊക്കെ കാട് കയറല്, അങ്ങനത്തെ പരിപാടി, അതൊക്കെയാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലാസ് ആയിട്ട് ഭയങ്കര ഉഷാറായി. നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. അതുപോലെ ടീച്ചിങ് അല്ലേ അഫീഫമ്മേ? എന്തായാലും ടീച്ചിങ്ങില് നല്ല ഏറ്റവും പറ്റിയ ഇതാണ്. കാരണം ആ കുട്ടികൾ എന്തായാലും നല്ല നന്നാവും. കാരണം ആ കുട്ടികൾക്കും ടീച്ചർ കാണുമ്പോ നല്ല ഉഷാറായി. കാരണം എപ്പോഴും ചിരിച്ച മുഖമായിട്ട് നല്ല എന്തായാലും നല്ല ക്ലാസ് തന്നെയായിരുന്നു. അതേപോലെ ഇങ്ങനത്തെ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഉഷാറാവും. കാരണം നമ്മള് ഇതിൽ വന്നതിന് ശേഷമാണ് നമ്മള് ഇത്രയും ഡീപ്പായിട്ട് ഗാറ്റിറ്റ്യൂഡും വേറെയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഇതില്. അതുവരെ നമ്മളും ഇങ്ങനെ വെറുതെ ജീവിച്ചു പോവുക എന്നല്ലാതെ വേറെയുള്ളൊന്നും ചിന്തിക്കില്ലല്ലോ. അപ്പൊ ഇത് എന്തായാലും ഇനി മുതൽ നമ്മക്ക് വേണ്ടിയിട്ട് ജീവിക്കാം പഠിച്ചു. എന്തായാലും താങ്ക് യു മാം. പിന്നെ സൂറ മാമിനെ പോലെ വല്ലാതെ എനിക്ക് പറയാനറിയില്ല. അത് വല്ലാത്തൊരു കഴിവ് തന്നെയാണ് സൂറ മാമിന്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ
ഒരുപാട് പറയണം വിചാരിക്കും, പക്ഷെ കിട്ടൂല. പേടിക്കണ്ട, മനസ്സിലുള്ളത് പറഞ്ഞോളൂ. പറയാനൊക്കെ ഇപ്പൊ കഴിയുന്നുണ്ട് സൂറ മാമിനെയൊക്കെ പോലെ. അതിലപ്പുറം നമുക്ക് എല്ലാവർക്കും അതന്നെ കഴിയുന്നുണ്ട്. ആ ഒരു ഇത് കിട്ടണം എന്നുള്ളതാണ്. വേറെ ഇതില് വന്നതും ആ പേടിയും ധൈര്യം അങ്ങനെയുള്ള സംഭവങ്ങളും കുറെ ആൾക്കാരായിട്ട് നല്ലോണം ഇങ്ങനെ പറയണം എന്നുള്ളൊരു ഇപ്പൊ കുറച്ചൊക്കെ ഇങ്ങനെ തുടങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ആണല്ലോ നിങ്ങൾക്ക് തരുന്നത്, ആ പേടിയൊക്കെ അതന്നെ. പോവാന്. അതാണ് അപ്പൊ അവിടെ മാക്സിമം പറഞ്ഞോളൂ. ഇപ്പൊ പറഞ്ഞ പോലെ എന്തിനാണ് മുമ്പേ കുറിച്ച് പേടി, എന്തിനാ നമ്മളെ മുന്നിലല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞ് അത് ശീലായിക്കോളും. അങ്ങനെ പറഞ്ഞോളൂ സൂറ മാമിന്. അത് സൂറ മാം എന്താന്ന് വെച്ചാൽ മനസ്സിലുള്ളതൊക്കെ ഇങ്ങനെ പറയും അല്ലേ. ആ പക്ഷെ അത് ഞമ്മക്ക് കിട്ടുന്നില്ല, അതാണ്. മനസ്സിൽ കുറെ ഉണ്ട്, എന്തൊക്കെ പറയണമെന്നുണ്ട്. എന്തായാലും താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു മാം. പിന്നെ ഇനി സുമിഷ മാം ഉണ്ട് അവിടെ. ഹായ്, ഹാപ്പി മോർണിംഗ് ഓൾ ഓഫ് യു. വളരെ വളരെ നല്ല ഒരു സെഷനായിരുന്നു ഇന്നത്തത്. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. പെട്ടെന്ന് തീർന്നു പോയ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. കുറച്ചുകൂടി ഇങ്ങനെ കേട്ടിരിക്കാൻ നമുക്ക് തോന്നുന്നത്. എന്നുവെച്ചാല് നമ്മളെ ഈ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് നമ്മൾ അങ്ങനെ അല്ലല്ലോ എന്നുള്ളതാണ്. കൂടുതലും എന്നോടൊക്കെ എൻ്റെ ഹസ്ബൻഡ് പലവട്ടം പറയുന്നത്, നീ പ്രസന്റിലോട്ടോ ആ പ്രസന്റിൽ ജീവിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഇൻസിഡന്റ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞു പോകുന്നത് പാസ്റ്റിലെ കാര്യങ്ങളാവും. അങ്ങനെ ആയിരുന്നില്ലേ, അങ്ങനെ ചെയ്തില്ലേ, അപ്പൊ ഇങ്ങോട്ടേക്ക് വാ, പ്രസന്റിലിരിക്കുക, പ്രസന്റിൽ ജീവിക്കുക എന്ന് പറയുന്ന സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് ഈ സെഷൻ നടന്നുകൊണ്ടിരുന്നപ്പോ. എന്തായാലും ഭയങ്കര സന്തോഷമായി. നല്ലൊരു സെഷൻ, ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നു. എനിവേ കൂടുതൽ എന്താ പറയണ്ടേ, സന്തോഷമായി നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് തന്നതിന്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സുമിഷ മാം ഫോർ യുവർ വണ്ടർഫുൾ ഫീഡ്ബാക്ക്. അതെല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് പറഞ്ഞതുപോലെ പ്രസന്റിൽ ജീവിക്കാൻ. ഈ പറഞ്ഞ നമ്മളെല്ലാവരും അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഹാപ്പിയാണല്ലേ. എല്ലാവർക്കും ദുഃഖങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടാവും അല്ലെ. പക്ഷെ എപ്പോഴും നമ്മുടെ മൈൻഡിൽ വരുന്ന ആ നെഗറ്റീവ് കാര്യങ്ങൾ, നമ്മൾ അനുഭവിച്ച ആ ഒരു ദുഃഖങ്ങളും നെഗറ്റീവ് കാര്യങ്ങളാണ് എപ്പോഴും മുന്നിലോട്ട് വരുന്നത്. നമ്മളെ നമുക്കുണ്ടായ ഹാപ്പിനെസ്സുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല അല്ലെ. അവിടെയാണ് നമ്മൾ ആ ഒരു ഹാപ്പിനെസ് ജാർ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു കാര്യമുണ്ട്. നമുക്ക് ചില സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അത് എഴുതി വെക്കണം, അത് നമ്മൾ എൻജോയ് ചെയ്യണം എന്നൊക്കെ പറയില്ലേ. നമ്മളെല്ലാവരും ദുഃഖങ്ങളെ മാത്രം താലോലിച്ചിരിക്കുന്നവരാണ്, എപ്പോഴും സങ്കടങ്ങളെ താലോലിക്കാൻ ഇഷ്ടമുള്ളവരാണ്. പക്ഷെ അവിടെ ഒരു ഡിഫറെന്റ് ആയി വന്നത് നമ്മുടെ അഫീഫ മാമാണല്ലേ. നമുക്ക് എപ്പോഴും സന്തോഷമായി ഇരിക്കണ മീൻസ് ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ അഫീഫ മാമിന്റെ ആ ഒരു ചാംനെസ്സും മീൻസ് ആ സന്തോഷം പറഞ്ഞ പോലെ, സൂറ മാം പറഞ്ഞ പോലെ, നമുക്കത് കാണുമ്പോൾ തന്നെ ആ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. അതുപോലെ നമുക്ക് എല്ലാവർക്കും ആവാൻ കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയും അല്ലെ. അപ്പൊ അത് അഫീഫ എന്ന് പറയുമ്പോൾ അവളുടെ ഈ ഹാപ്പിനെസ് അവൾ പറഞ്ഞ പോലെ പ്രസന്റിലാവും ജീവിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അല്ലെ അവൾ പറഞ്ഞ പോലെ മുന്നേ ഉള്ള മറ്റേ ഭാണ്ഡങ്ങളൊന്നും കൊണ്ടുവന്ന് സങ്കടപ്പെടുന്നില്ല. അതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യമാണത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് അഫീഫനെ പോലെ നിന്ന് അത് എടുക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് നമുക്ക് എടുത്തു തന്നത് അല്ലെ. അഫീഫ നമുക്കത് ഏറ്റവും നന്നായി എടുക്കാൻ അത് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നമുക്കിന്നത് എടുത്തു തന്നത് എന്നുള്ളതാണ്. അപ്പൊ വളരെ നന്ദി, വളരെ താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. ഇനി ആരാണ് നമ്മുടെ ഫാത്തിമ ബിനിയൊക്കെ ഉണ്ടോ ഫീഡ്ബാക്ക് പറയാന്? ഗുഡ് മോർണിംഗ് ഓൾ. അഫീഫ ഒന്നും പറയാനില്ല, നമുക്ക് അറിയുന്നതാണല്ലോ. ഇതുപോലെ എല്ലാവരും ഈ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും നോക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് മോർണിംഗിൽ തന്നെ ഇങ്ങനെ ഒരു സെഷൻ കിട്ടുമ്പോൾ അത് എന്തായാലും എന്താ പറയുക ഹെൽപ്ഫുൾ ആവും തന്നെയാണ്.
പിന്നെ ക്ലാസ്സിനെ കുറിച്ചൊന്നും പറയാനില്ല, പക്കാണ്. നമുക്ക് ആ പോസിറ്റീവായിട്ടുള്ളത് പിന്നെ മുഖത്തൊക്കെ നോക്കുമ്പോൾ തന്നെ അത് കിട്ടുന്നുണ്ടല്ലോ. ഇൻഷാ അല്ലാ. ഞാൻ മോള് ഉണർന്നിട്ടുണ്ട്, അപ്പൊ എനിക്ക് അധികം സംസാരിക്കാൻ വയ്യ. ഓക്കെ, താങ്ക് യു ബെന്നി, താങ്ക് യു വെരി മച്ച്. സെമീന ഉണ്ടോ അവിടെ? ഹായ്, ഞാൻ കുറച്ച് തിരക്കുകളിലാണ്, അടുക്കളയിലാണ്, അതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കാത്തത്. അഫിന്റെ സെക്ഷൻ അടിപൊളിയായിരുന്നു. ഒത്തിരി ഇഷ്ടമായി. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നമുക്ക് എന്താണ് അഫി പറഞ്ഞ വളരെ കറക്റ്റാണ്. നമ്മൾ ഓരോ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളും ഇനി വരാൻ പോണ കാര്യങ്ങളെ ചിന്തിക്കുള്ളൂ. നമ്മൾ ഈ നിമിഷം ഒന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങില്ല. അതൊക്കെ വളരെ കറക്റ്റാണ്. അടിപൊളിയായിരുന്നു. പെട്ടെന്ന് തീർന്നു പോയത് തോന്നി. ഇങ്ങനെ ഇൻട്രസ്റ്റില് വരികയായിരുന്നു, പക്ഷെ അതിന് തീർന്നു. ഓക്കെ, ഓണാക്കാത്ത ഒന്നുമല്ല, ഞാൻ അടുക്കളയില് ഓക്കെ. ഓക്കെ ഡിയർ, താങ്ക് യു സെമീന. അപ്പൊ നമ്മളെല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞു എന്ന് വിചാരിക്കണം അല്ലെ? നമുക്ക് അതന്നെ എല്ലാവർക്കും പറയാനുള്ള. പെട്ടെന്ന് തീർന്നോ? നമുക്കൊരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഉള്ള സെഷൻ വേണമായിരുന്നു അല്ലെ? പെട്ടെന്ന് തീർന്നു തോന്നുന്നു അല്ലെ? അതാണ് പെട്ടെന്ന് കഴിഞ്ഞു. ആയതുകൊണ്ടെന്ന് തോന്നുന്നു എല്ലാരും ഉണ്ട്. അതെ അതെ, എല്ലാവരും പ്രസന്റും ആണ്. ഒരു ഹാപ്പിനെസ് നമ്മളെ വിതറുമ്പോ എല്ലാവരും അത് കേൾക്കാണ്ടാവും അല്ലെ? നമ്മള് അത് പറയുമ്പോ. അപ്പോ ഇനി നമുക്ക് ഇന്നത്തെ ടാസ്കുകളിലോട്ട് പോവാം അല്ലേ? ഓക്കെ, എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കോളൂ കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്.